റിപ്പോർട്ടർ ബിഗ് ഇലക്ഷൻ ഡിബേറ്റ് ഷോ കുരുക്ഷേത്രം തത്സമയം പാലക്കാട് നിന്നും ഇടത് കോട്ട കെട്ടി കാത്തു സൂക്ഷിച്ച പാലക്കാട് മണ്ഡലം പിന്നെ പനമ്പട്ടയ്ക്ക് കാറ്റുപിടിക്കുന്നത് പോലെ വലത്തോട്ടും ഇടത്തോട്ടും ചായുമ്പോഴും വി.കെ. ശ്രീകണ്ഠനെത്തി ദിശ മാറ്റിയ പാലക്കാടൻ മണ്ഡലം എങ്ങോട്ട് ദിശ മാറുമെന്നാണ് നമ്മൾ കാക്കുന്നത്. നമ്മയാകെ പാലക്കാടൻ മട്ടയൂട്ടുന്ന നെല്ലറ, ഒപ്പം വിശ്വാസത്തിന്റെ രഥചക്രമുരുളുന്ന കൽപ്പാത്തി, ഒപ്പം പൂരങ്ങളുടെയും വേലകളുടെയും നാടായ പാലക്കാട്. രാഷ്ട്രീയം ചൂടുപോലെ തിളച്ചുമറിയുമ്പോൾ പാലക്കാട് ആർക്കനുകൂലമാകുമെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പാലക്കാട് നിന്നും റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം. വെൽക്കം. നമ്മുടെ അതിഥികളായി നമുക്കൊപ്പം ഉള്ളത് യുവരക്തമാണ്. പാലക്കാടിന്റെ രാഷ്ട്രീയ വിശകലനത്തിനായി നമുക്കൊപ്പം ചേർന്നിരിക്കുന്നത് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് നമുക്കൊപ്പം OK ഫറൂഖ്. വെൽക്കം OK ഫറൂഖ്. CPM-നെ പ്രതിനിധീകരിച്ച് KC റിയാസുദ്ദീൻ. വെൽക്കം KC റിയാസുദ്ദീൻ. BJP-യെ പ്രതിനിധീകരിച്ച് ജോമോൻ ചക്കാലക്കൽ. വെൽക്കം ജോമോൻ ചക്കാലക്കൽ. ഒപ്പം പാലക്കാട്ടെ വോട്ടർമാരും രാഷ്ട്രീയ പ്രവർത്തകരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. തത്സമയം ആദ്യം എൻ്റെ ചോദ്യം ഫറൂഖിലേക്കാണ്. ഫറൂഖ്, പത്മജ പോയി, ദാ വരുന്നു മറ്റു സ്ഥാനാർത്ഥികൾ എന്ന രീതിയിലുള്ള സൂചനകൾ വരുന്നു. ഏറ്റവും ഒടുവിൽ നമ്മളുടെ ഈ രാഷ്ട്രീയം കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തിരഞ്ഞെടുപ്പ് ഒരു പ്രതിസന്ധിയായി മാറുന്നുണ്ടോ? ദാ പാലക്കാട് നിന്നും ഷാഫി പറമ്പിലിനെ വടകരയിലേക്ക് കൊണ്ടുപോകുന്നു. വടകരയിൽ നിന്ന് കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് വരാൻ പോകുന്നു. വളരെ പെട്ടെന്ന് തിടുക്കപ്പെട്ട നീക്കങ്ങളാണ്. പ്രതീക്ഷിച്ചിരുന്നതാണോ ഇതെല്ലാം? അപ്രതീക്ഷിതമായ നീക്കത്തിൽ കോൺഗ്രസ് അല്പം പിന്നിലായോ? ആദ്യമായി പ്രതീക്ഷിച്ചൊരു ചോദ്യമാണ്. പത്മജ വേണുഗോപാൽ കെ കരുണാകരൻ്റെ ലീഡറിൻ്റെ മകൾ കോൺഗ്രസ് പാർട്ടി വിട്ടു എന്ന് പറഞ്ഞു. ആ കോൺഗ്രസ് പാർട്ടി വിട്ട പത്മജയോടും ഇവിടെ കൈയടിച്ച ആളുകളോടും പറയാനുള്ളത്, ഇന്ത്യയുടെ ഉരുക്കു വനിതയായ ഇന്ദിരാ പ്രിയദർശിനിയുടെ മരുമകൾ മേനകാ ഗാന്ധിയും കൊച്ചുമകൻ വരുൺ ഗാന്ധിയും ഇന്ന് BJP-യിൽ തന്നെയാണ്, കോൺഗ്രസിലല്ല. അവർ പോലും ഇല്ലാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇത്രത്തോളം ഉണ്ട് എങ്കിൽ പത്മജ വെറും പൊട്ടക്കിണറ്റിലെ തവളയാണ്. എന്നോ പോകേണ്ടതാണ്. ഞാൻ ബഹുമാനപ്പെട്ട അരുൺ, നിങ്ങളുടെ വാക്കുകൾ കടമെടുക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ നിങ്ങളുടെ ചർച്ചയിൽ ഞാൻ കേട്ടതാണ്. പിതൃവാത്സല്യം, അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയപരമായി പത്മജയ്ക്ക് എന്തുണ്ട്? ഞങ്ങൾ കോൺഗ്രസ് ലീഡറുടെ മകൾ എന്ന രീതിയിൽ പരിഗണന കൊടുത്തു. ഞങ്ങളുള്ള ഇവിടെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ എന്നോ ആഗ്രഹിച്ച കാര്യം അല്പം വൈകിപ്പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം, BJP-യിലേക്ക് പോകുന്നതിനെ കോൺഗ്രസ് ഒരിക്കലും അംഗീകരിക്കുന്നില്ല. BJP-യിലേക്ക് പോകുമ്പോൾ ഒരിക്കലും സന്തോഷിക്കുന്നവരല്ല ഞങ്ങൾ. ഇന്നലത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് SFIയുടെ CPM-ൻ്റെ അവരുടെ പ്രൊഫൈലുകളെല്ലാം സന്തോഷത്തിലായിരുന്നു, ആനന്ദത്തിലായിരുന്നു. എൻ്റെ DYFIയുടെ സുഹൃത്തുക്കളോട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ പാർട്ടിയിലേക്കാണോ പത്മജ വേണുഗോപാൽ വന്നത്? ഒരു ചോദ്യമാണ്. രണ്ടാമതൊരു കാര്യം പറയാം. ഇത് പാലക്കാടാണ്. നിങ്ങൾക്കറിയുമോ എന്നറിയില്ല. 1977, ഇനി അതിന് വർഷം വ്യത്യാസമുണ്ടെങ്കിൽ പറയാം, 77 T. ശിവദാസ മേനോൻ എന്ന് പറയുന്ന മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി, മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം, CPM-ന്റെ മുതിർന്ന പരിണിതപ്രജ്ഞനായ നേതാവിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് ലാൽ കൃഷ്ണ അദ്വാനിയാണ്. മറന്നുപോകരുത്. അങ്ങനെ ഓരോന്നും ഞാൻ പറയാം. കേരളത്തിൽ വിട്ടുകഴിഞ്ഞാൽ CPM-നുള്ളത് ബംഗാളും ത്രിപുരയുമാണ്. അവിടുത്തെ അവസ്ഥ എന്താണ്? റീറ്റെയിൽ ആണ്. ഇവിടെ ഓരോ ആളുകൾ പോകുന്നു എങ്കിൽ BJP-യിലേക്ക് പത്മജ പോയതോ ഇനി മറ്റു നേതാക്കൾ പോകുമെന്ന് പത്മജ പറഞ്ഞതോ കോൺഗ്രസിനെ ബാധിച്ചിട്ടില്ല. പക്ഷേ തിടുക്കപ്പെട്ട് നിങ്ങൾ പാലക്കാട് നിന്ന് ഷാഫി പറമ്പിലിനെ വടകര കൊണ്ടുപോകുന്ന എന്തിനാണ്? വടകര നിൽക്കുന്ന കെ മുരളീധരനെ TM പ്രതാപനെ കൊണ്ട് ചുമരെഴുത്ത് വായിപ്പിച്ച് കെ മുരളീധരനെ എഴുതിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്തിനാണ്? ഞങ്ങളുടെ ലിസ്റ്റ് ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയിരിക്കും. ഒരു കാര്യം കൂടി ഫറൂഖ് ചോദിച്ചോട്ടെ. നിങ്ങൾ പറഞ്ഞല്ലോ ഈ കൂപമണ്ഡൂകമാണ് അഥവാ പൊട്ടക്കിണറ്റിലെ തവളയായിരുന്നു ഈ പറയുന്ന പത്മജ വേണുഗോപാൽ എന്ന്. നിങ്ങൾ 2004 മുകുന്ദപുരത്ത് നിർത്തുമ്പോഴും തൃശ്ശൂർ നിർത്തുമ്പോഴും അങ്ങനെ ഒരു തവളയാണോ നിർത്തിയത്? തീർച്ചയായിട്ടും ഞങ്ങൾ മത്സരിപ്പിച്ചു. ലീഡർ കെ കരുണാകരന്റെ മകൾ എന്നൊരു മേൽവിലാസത്തിൽ മാത്രം. ഇനി എത്ര തവളകളുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ലിസ്റ്റിൽ?
ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ മറ്റു തവളകൾ ഉണ്ടോ എന്നതാണ് ചോദ്യം. ഞാൻ ഒരു കാര്യം പറയാം. ആ. ഇപ്പോ നിങ്ങള് ആ. എന്നോട് പത്മജയുമായി ബന്ധപ്പെട്ട ഇത്തരം വിഷയങ്ങൾ ചോദിക്കുമ്പോൾ ചിരിച്ചവർ, കൈയടിച്ചവർ ഇടുക്കിയിൽ എസ് രാജേന്ദ്രൻ, മുൻ MLA. അവിടെ ഒരു വിക്കറ്റ് വീണു റിയാസുദ്ദീൻ. അവിടെ ഒരു വിക്കറ്റ് വീഴാൻ പോവാ, ആടി നിൽക്കുകയാണ്. ഇന്ന് രാജേന്ദ്രൻ പറഞ്ഞത് എന്താ? അത് നോക്കൂ, പത്മജ ഒരു MLA പോലും ആയിട്ടില്ല, ഒരു MP പോലും ആയിട്ടില്ല. എന്നാൽ നോക്കൂ, സ്ഥാനാർത്ഥി മാത്രമായിരുന്നു പത്മജ. എന്നാൽ CPM-ന്റെ മുൻ MLA ആയ രാജേന്ദ്രനെ ദാ BJP-യുടെ ദേശീയ നേതൃത്വം വന്ന് കണ്ടു എന്നൊരു ഉളുപ്പുമില്ലാതെ ആ MLA-ക്ക് പറയാൻ പറ്റിയിരിക്കുന്നു. ഇവിടെ ഞാൻ മറുപടി പറയാം. CPM ആണ്. ഇവിടെ പ്രിയ സുഹൃത്ത് പറഞ്ഞു പത്മജ പോയത് ഒരു പ്രശ്നമല്ല, ഇനി പലരും പോവാനുണ്ട്. വരുൺ ഗാന്ധി പോയി, പ്രിയങ്ക ഗാന്ധി പോയി, വൈകാതെ രാഹുൽ പോയില്ല. പോവാൻ നിൽക്കുന്നവരുടെ ലിസ്റ്റാണ്. ഞാൻ പറഞ്ഞു വരട്ടെ, പോകാൻ നിൽക്കുന്നവരുടെ ലിസ്റ്റിൽ രാഹുൽ ഗാന്ധി വരെ ഉണ്ട്. രാഹുൽ ഗാന്ധി വരെ ഉണ്ട്. പോകാൻ നിൽക്കുന്നവരുടെ ലിസ്റ്റ് സീതാറാം യെച്ചൂരി പോലും അംഗീകരിക്കുന്നില്ല. സീതാറാം യെച്ചൂരി പോലും രാഹുൽ ഗാന്ധി BJP-യിലേക്ക് പോകുമെന്നല്ല, പകരം രാഹുൽ ഗാന്ധി BJP-ക്കെതിരായ പ്രതിരോധം എന്താണ് സീതാറാം യെച്ചൂരി പറയുന്നത്? രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. സംഘടനാപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. നിലവിലും CPIM-ന്റെ ഭാഗമാണ്. നിലവിലും ഒരു പാർട്ടിയിലേക്കും പോയിട്ടില്ല. അത്തരത്തിൽ ഒരു സാഹചര്യം കേരളത്തെ സംബന്ധിച്ച് പാർട്ടി നേതാക്കൾ അദ്ദേഹത്തെ പോയി കണ്ടു. ആർക്കും ആരെയും കാണാം. ഇപ്പൊ KPCC-യുടെ പ്രസിഡന്റ് അദ്ദേഹം തന്നെ പറഞ്ഞത്, എന്നെ പലരും സമീപിച്ചിരുന്നു, സംസാരിച്ചിരുന്നു, സമയമായിട്ടില്ല, സമയമാകുമ്പോ KPCC ഓഫീസ് പൂട്ടി താക്കോലും കയ്യിൽ ഏൽപ്പിച്ചു പോകുന്നവർ. ഒറ്റക്ക് പോകുന്നല്ല, സമയമാകുമ്പോ KPCC ഓഫീസും പൂട്ടി ലൈറ്റ് അണച്ച് താക്കോലും കൊണ്ട് ഞാൻ പോകുമെന്ന് പറഞ്ഞ സുധാകരനാണ് നിലവിൽ KPCC. എന്റെ ഒരു ചോദ്യം, പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും താക്കോലൊക്കെ പൂട്ടി ആൾക്കാർ പോയതുകൊണ്ടാണ്? ആരും എവിടെയും പോയിട്ടില്ല, എവിടെയും പോയിട്ടില്ല. ഒരെണ്ണമില്ല സാർ പേരിന്. അധികാരത്തിൽ നിന്ന് പോയപ്പോ അവിടെ പകരം വന്നത് BJP അല്ല, പശ്ചിമ ബംഗാളിൽ ശക്തമായ തിരിച്ചുവരവ് പശ്ചിമ ബംഗാളിൽ കോൺഗ്രസിന്റെ 11 MLA-മാർ ഇന്ന് BJP-യുടെ മന്ത്രിമാരായിട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ മുൻ നേതാവ് അവിടുത്തെ PCC അധ്യക്ഷൻ, 12 MLA-മാർ, ഒരു കോൺഗ്രസ് ആകെ, ത്രിപുരയിലെ കോൺഗ്രസ് ആകെ ഇന്ന് BJP-യാണ്. നയനാർ ഗവൺമെന്റിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി വിശ്വനാഥ മേനോൻ 1. അത് കുറെ കാലമായിട്ട് ഓടിയതാ. അൽഫോൺസ് കണ്ണന്താനം CK പത്മനാഭൻ BJP ദേശീയ നേതാവ് 3. നഗരി ലാൽ ഇടുക്കിയുടെ മുൻ നേതാവ് ബിജു കൃഷ്ണൻ SFI ജില്ലാ സെക്രട്ടറി. പശ്ചിമ ബംഗാളിലെ മുൻ MLA അശോക് നിന്ദ, തപസ്സി മണ്ഡൻ, ഗഗൻ മുർമു, സ്വദേശ് രഞ്ജൻ നായക്, നികുബ പൈക്, അങ്കദ് ബൗരി, ജ്യോതിർമയ് സിക്കന്ദർ, വിശ്വജിത് ദത്ത, സെക്കൻഡ് വൺ ഇൻ കാബിനറ്റ്. ഒന്ന് നോക്കൂ, റീത്ത ബഹുഗുണ ജോഷി, KPCC പ്രസിഡന്റ് ഓഫ് ഉത്തർപ്രദേശ്, PCC പ്രസിഡന്റ് ഓഫ് ഉത്തർപ്രദേശ്. അവിടെ നിന്ന് നിങ്ങൾ തുടങ്ങി അർജുൻ മധുവാരിയ ഗുജറാത്ത്, അംബരീഷ് ദേർ ഗുജറാത്ത്, അശോക് ചവാൻ ആദർശ് ഫ്ലാറ്റ് കുംഭകോണത്തിലൂടെ കോടികൾ തട്ടാൻ നേതൃത്വം കൊടുത്ത അശോക് ചവാൻ തുടങ്ങി. ഏറ്റവും അവസാനത്തെ പേരാണ് പത്മജ. ഏറ്റവും അവസാനത്തെ ഇന്നത്തെ പേര് നാളെ ആര് എന്നതല്ല, 32 പേരാണ്. 32 പേരാണ് ഒരു ദിവസം. നിങ്ങൾ അവരോട് ഇപ്പോൾ സംസാരിക്കരുത്, അവരുടെ കയ്യിൽ മൈക്കില്ല. നിങ്ങൾ പറയുന്നത് മാത്രമേ കേൾക്കൂ, അവർ പറയുന്നത് പുറത്ത് കേൾക്കില്ല. ഒറ്റ ചോദ്യം ജോമോൻ, നിങ്ങൾക്ക് ഈ ടോം വടക്കനെയും ഒപ്പം അനിൽ ആന്റണിയെയും പത്മജ വേണുഗോപാലിനെയും മൊത്തത്തിൽ ഈ ആക്രിക്കാർ കച്ചവടത്തിന് ഇങ്ങനെ കൊണ്ടുപോകാൻ വെച്ചിരിക്കുന്ന സാധനങ്ങൾ മാത്രമേ കേരളത്തിൽ നിന്ന് കിട്ടുന്നുള്ളൂ എന്നൊരു ചോദ്യമുണ്ട്. ആദ്യം തന്നെ താങ്കളോടൊരു കാര്യം ചോദിക്കട്ടെ. താങ്കളോടൊരു പരിഭവം പറയാനുണ്ട്. ഞങ്ങൾ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ്.
ഇവിടെ വിളിച്ചു വരുത്തുമ്പോ താങ്കൾ ഇൻട്രൊഡക്ഷൻ പറയുമ്പോ ഇടത്തോട്ടോ വലത്തോട്ടോ മാത്രമല്ല ചെരിയുക, ഇത് താമര വിരിയാനുള്ള ഒരു മണ്ണാണോ എന്നുകൂടെ ചോദിക്കാനുള്ളൊരു മാന്യത താങ്കൾ കാണിക്കണമായിരുന്നു. താങ്കൾ ഇവിടെ വെറുതെ വോട്ടിന്റെ അടിസ്ഥാനമുള്ള ഒരു മണ്ഡലമാണിത്. ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോ ഞാനത് പറയും. ഇല്ല, പറഞ്ഞില്ല. പറഞ്ഞു ഇടത്തോട്ടോ വലത്തോട്ടോ അല്ല, താമര കൂടെ വിരിയാൻ സാധ്യതയുള്ളൊരു മണ്ണാണ് എന്തെങ്കിലും താങ്കൾക്ക് പറയാമായിരുന്നു. ഒന്ന് ജോമോന്റെ ഒരു തെറ്റിദ്ധാരണയുള്ളത്, നിങ്ങൾ നിങ്ങളെ പ്ലേസ് ചെയ്യുന്നത് ഇടത്താണോ വലത്താണോ? ഒരു നിമിഷം ഒന്ന് പറയൂ. അപ്പൊ വലത്തോട്ടാണെങ്കിൽ വലത്തോട്ട് ജാതി എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഉദ്ദേശിച്ചത് പറയരുത്. അല്ല, താങ്കൾ അത്ര നിഷ്പക്ഷനാവരുത്. താങ്കൾ അത്ര നിഷ്പക്ഷനാകരുത്. ഞങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. താങ്കൾക്ക് പറയാമായിരുന്നു ഇവിടെ ഒരുപക്ഷെ താമര വിരിയുമോ എന്നെങ്കിലും ചോദിക്കാമായിരുന്നു. താങ്കളത് ചോദിച്ചില്ല. ഞാനൊരു കാര്യം പറയാം. നിങ്ങളാണ് പ്രതിനിധി, ഞാനല്ല. ഇവിടെ ബിജെപി പ്രതിനിധി ഞാനല്ല. ഇവിടെ രണ്ട് പാർട്ടികൾ മാത്രമാണ് ബിജെപിയെ പാലക്കാടിനെ പ്രതിനിധീകരിച്ചിരിക്കുന്നത്. ഒന്ന് ലെഫ്റ്റും ഒന്ന് ഐക്യജനാധിപത്യ മുന്നണിയും. ബിജെപി വന്നാൽ ഞാൻ പറയും. ബിജെപി വന്നാലല്ല പറയണ്ടേ, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ്. ചരിത്രം എങ്ങനെ എനിക്ക് പറയാൻ പറ്റും? അരുൺകുമാറിനോട് കൂടെ താങ്കൾ പറയുന്നു, താങ്കൾ അതിവിദൂരമല്ലാത്ത ദിവസങ്ങളിൽ ചാനൽ സ്റ്റുഡിയോയിൽ ഇരുന്ന് പറയും അതാ പാലക്കാട് ഒരു അട്ടിമറി സംഭവിച്ചിരിക്കുന്നു. സി കൃഷ്ണകുമാർ എന്ന അനിഷേധ നേതാവ് പാലക്കാടിൽ താമര വിരിയിച്ചിരിക്കുന്നു എന്ന് താങ്കളുടെ നാവ് കൊണ്ട് പറയേണ്ട ദിനങ്ങൾ അതിവിദൂരമല്ല എന്ന് പറയാൻ ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നു. ഓക്കെ, ശരി. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വന്നാൽ, നിങ്ങൾ ഈ പത്മജ വേണുഗോപാലിനെയും അനിൽ ആന്റണിയും ഒക്കെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാണ്? ഒരു പഞ്ചായത്തിൽ പോലും ജയിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥികളെ ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഒരൊറ്റ മിനിറ്റ്. ഇവിടെ ആർക്ക വ്യക്തികൾക്ക് എവിടെയാ? ഒരു മിനിറ്റ്. കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മന്ത്രിയെ പിടിച്ച് ഇവിടെ ആലത്തൂർ മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്നു. സംഘടനാപരമായിട്ട് ബലമുണ്ടെങ്കിൽ ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പ് ജയിപ്പിക്കാൻ കഴിയുന്ന പാർട്ടിയല്ലേ ഇവർ? എന്തിനൊരു മന്ത്രിയെ പിടിച്ച് ചോദിക്കട്ടെ. അപ്പൊ വ്യക്തികൾക്ക് മാത്രമല്ല പ്രാധാന്യം, പാർട്ടിക്ക് പ്രാധാന്യം. ഞങ്ങൾ വരുന്ന ഓരോ ആളുകളെ സ്വീകരിക്കും. നാളുകളിൽ വരാൻ വേണ്ടി കാത്തിരിക്കും. ടോം വടക്കനും പത്മജ വേണുഗോപാലിനെയും അനിൽ ആന്റണിയും വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാവാൻ പോകുന്നത്? ഇത്തരം ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. ഇവിടെ നിന്ന് എത്ര ആളുകളെ തിരിച്ചു കൊണ്ടുപോകുന്നു? അപ്പൊ അവരെന്തിനാ നിങ്ങൾ എടുക്കുന്നത്? നിങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ ഇഡിയെ വിട്ട് പേടിപ്പിച്ചിട്ട് ഇന്നലെ കോൺഗ്രസിന്റെ മഹിളാ നേതാവ് പറഞ്ഞ എന്താ? കരുണാകരന്റെ മരുമോൻ അതെ പത്മജ വേണുഗോപാലിനെ ഇഡി ചോദ്യം ചെയ്യുന്നെന്ന് അടിസ്ഥാനരഹിതമായ പോലും കൂടെ കൊണ്ടുപോകാൻ പറ്റാത്ത പത്മജ വേണുഗോപാലാണോ നിങ്ങളുടെ പാർട്ടി വരുന്നത്? ഫേസ്ബുക്കിൽ അഡ്മിൻ നോക്ക്. പത്മജ വേണുഗോപാൽ സോഷ്യൽ മീഡിയയിൽ അത്ര കൈകാര്യം ചെയ്യുന്ന ആളല്ല. അവർ കാലാകാലങ്ങളായി തൃശ്ശൂരിലൊരു KSUക്കാരനെയാണ് അവർ അഡ്മിനായി വെച്ചിരിക്കുന്നത്. അവർ ഇത്തരം ഒരു തീരുമാനമെടുക്കുമ്പോ അത് രഹസ്യമായിരുന്നു. അവരുടെ സഹോദരൻ മുരളീധരൻ പോലും അത് അറിഞ്ഞിട്ടില്ല. നിങ്ങൾക്കറിയാം, ആ അഡ്മിനോട് അത് പറഞ്ഞിട്ടില്ലായിരുന്നു. അഡ്മിന്റെ കയ്യിൽ നിന്ന് ആ പാസ്വേഡ് ചേഞ്ച് ചെയ്തിട്ടില്ലായിരുന്നു. അതായത് പത്മജ വേണുഗോപാൽ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയാണ് പറഞ്ഞത്. പത്മജ വേണുഗോപാൽ, എനിക്ക് BJP എന്ന പാർട്ടിയെ കുറിച്ച് ഒന്നും അറിയില്ല. എനിക്കറിയാവുന്നത് നരേന്ദ്രമോദിയുടെ ലീഡർഷിപ്പിൽ മാത്രമാണ്. നരേന്ദ്രമോദിയുടെ വികസനം കണ്ടിട്ടാണ് വരുന്നത്. ഇവിടെ നരേന്ദ്രമോദിയുടെ വികസനം കണ്ടിട്ടാണ് വരുന്നത്. ഇന്ത്യയുടെ 2014 മുതൽ 2024 വരെയുള്ള കാലയളവ് എടുത്ത് പഠിച്ചാൽ വ്യക്തമായി കണക്കുകൾ എടുത്ത് പഠിച്ചാൽ എത്ര വികസനമാണ് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? കണക്കുകൾ എടുത്ത് പഠിക്കാൻ എന്റെ എനിക്ക് ചോദിക്കാനുള്ളത്, കുരുക്ഷേത്രം പരിപാടി വാളയാറിനിപ്പുറത്തായതുകൊണ്ട് BJPയോട് എനിക്ക് ഒന്നും ചോദിക്കാനില്ല. വാളയാറിനിപ്പുറത്തായതുകൊണ്ട് എനിക്ക് അധികം താമസിക്കാതെ താങ്കളുടെ വാളയാറിനപ്പുറത്തായിരുന്നുവെങ്കിൽ കുരുക്ഷേത്രം വാളയാറിനപ്പുറത്തായിരുന്നുവെങ്കിൽ CPM-നോടും ചോദിക്കാനില്ല. വാളയാറിനപ്പുറത്ത് നിങ്ങൾ ഒന്നാണ്. വാളയാറിനപ്പുറത്ത് ചോദ്യം ചോദിക്കട്ടെ. എനിക്ക് ചോദിക്കാനുള്ളത് CPIM-ന്റെ പ്രതിനിധിയോടാണ്. നോക്കൂ, നമുക്കറിയാലോ ഇവിടെ പാലക്കാട് മണ്ഡലത്തിനകത്ത് സ്ഥാനാർത്ഥി
ആ സ്ഥാനാർത്ഥി 2013 പറഞ്ഞൊരു പരാമർശം നമുക്കറിയാം. ഇവിടെ ന്യൂനപക്ഷ വർഗീയതയാണ് ഏറ്റവും വലുത്, ഭൂരിപക്ഷ വർഗീയത വലുതല്ല, അതുകൊണ്ട് ചെറുക്കേണ്ടത് ന്യൂനപക്ഷ വർഗീയ എന്ന് വെച്ചാൽ BJP-യോട് പ്രത്യക്ഷത്തിൽ സന്ധി ചെയ്യുകയാണ് നിങ്ങൾ. കഴിഞ്ഞില്ല, തീർന്നില്ല. ആ ചോദ്യത്തോട് സ്പെസിഫിക് ആയിട്ടുള്ള മറുപടി. BJP-യോട് രാജ്യത്ത് കൃത്യമായി സന്ധി ചെയ്യുന്നത് ആര് എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി ശശി തരൂർ MP പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് നടന്ന മറുപടി പറഞ്ഞു. കർണാടകയിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി കൃത്യമായ മറുപടി അദ്ദേഹത്തിന്റെ ട്വിറ്ററിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ രാജ്യത്ത് BJP-ക്കെതിരായി ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാവും BJP-യുടെ പേരിൽ 10 വോട്ട് തികച്ചില്ലാത്ത വയനാട് മണ്ഡലത്തിലേക്ക് റായ്ബറേലിയിൽ നിന്ന് അമേഠിയിൽ നിന്ന് വണ്ടി കയറി നിങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി വന്ന് മത്സരിക്കുന്നു. നിങ്ങളുടെ ദേശീയ നേതാവല്ലേ? കേരളത്തിൽ നിന്നുള്ള നേതാവാണ്, മലയാളിയാണ്, കേരളത്തിൽ നിന്നുള്ള നേതാവാണ്, കേരളത്തിനകത്ത് പേരുള്ള നേതാവാണ്. അവര് തീർച്ചയായും മത്സരിക്കാൻ തെരഞ്ഞെടുത്തത് ഒരു ദേശീയ നേതാവ് എന്ന നിലയ്ക്ക് കേരളം പോലെ. ആരോടാണ് മത്സരിക്കുന്നത്? ആനിരാജ മത്സരിക്കുന്നത് തീർച്ചയായും ഈ രാജ്യത്ത് BJP-ക്കെതിരായി. BJP-ക്ക് സംസ്ഥാന സ്ഥാനാർത്ഥി ഇല്ലേ? എവിടെ? BJP 4% തികച്ചെടുക്കാനില്ല വയനാട്. രാഹുൽ ഗാന്ധി ഈ രാജ്യത്ത് അല്ലല്ല, നിങ്ങൾ ഇപ്പൊ നേരത്തെ ഇത് BJP പ്രതിനിധി ചോദിക്കേണ്ട ചോദ്യം ഞാനങ്ങ് ചോദിക്കുക. ഇത്രേ ഉള്ളൂ. നിങ്ങൾ ബീഹാറിൽ പോയി രാഹുൽ ഗാന്ധിയുടെ വലത്തെ കൈ പിടിച്ചത് ആരാന്നറിയാമോ? ഈ ആനിരാജയുടെ ഭർത്താവാ D രാജ, CPI പ്രതിനിധി. ഇവിടെ എത്തിനാ 2004 ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടന്നു. BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ഇടതുപക്ഷത്തിന്റെ 68 MP-മാരുടെ പിന്തുണ നൽകി. ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. BJP-യുടെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടി ആരുമായും സഹകരിക്കും. നിലപാടാണ് രാജ്യത്ത് കോൺഗ്രസ്. ആദ്യം BJP പ്രതിനിധി പറഞ്ഞതിന് മറുപടിയാണ്. അദ്ദേഹം പറഞ്ഞു പാലക്കാട് ഞങ്ങൾ താമര വിരിപ്പിക്കുന്നു. ഞാൻ ഒരു കാര്യം പറയാം. 2021 ഇതേ പാലക്കാട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവ് മത്സരിക്കാൻ വന്നു. മത്സരത്തിനിടയിൽ പ്രചരണത്തിനിടയിൽ MLA ഓഫീസ് കണ്ടെത്തി. MLA ബോർഡ് വെച്ചു എന്ന് അതിനുശേഷം വോട്ടിനൊന്നല്ല തോറ്റത്, ഒരു ബൂത്തിൽ കിട്ടുന്ന വോട്ടിനാ തോറ്റത്. ഇത് ലോകസഭയാണ്. ഇത് നരേന്ദ്രമോദിജി പറഞ്ഞു വന്നപ്പോഴേ സ്ഥാനാർത്ഥി ഇപ്പോൾ എവിടെ? രണ്ടാമത് പ്രായാധിക്യമായി. ഇനി ആ സ്ഥാനാർത്ഥി ഒന്നുകൂടി പറയട്ടെ, കാര്യം കൂടി പറയാം. അതുകൊണ്ട് BJP-യുടെ സ്ഥാനാർത്ഥിയുടെ ബോർഡുകൾ കാണാം, വിജയം ഉണ്ടാകില്ല. രണ്ടാമതൊരു കാര്യം നിങ്ങൾ നോക്കൂ, രണ്ടാമത് ഈ മണ്ഡലത്തിൽ നിൽക്കുന്നത് BJP ആണ്. കേരളത്തിൽ ഒരു മുനിസിപ്പാലിറ്റി BJP-യുടെ നിയന്ത്രണത്തിലുള്ള ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയാണ്. മണ്ഡലത്തിൽ മുന്നോട്ട് പോകുന്നത്. 2019 ചില മാധ്യമങ്ങളും ചില വ്യക്തികളും എല്ലാം 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു UDF സ്ഥാനാർത്ഥിയെ. അങ്ങനെ നിങ്ങളെന്ന് ഉദ്ദേശിക്കുന്ന ചില മാധ്യമങ്ങൾ അവര് ഇങ്ങനെ പ്രവചിച്ചപ്പോ വഹാംകുലിക്ക് പാട്ടുമിറക്കി. പാട്ടിറക്കി കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോ അങ്ങനെ അല്ലല്ല, ഒരു ചാനലിന്റെ എക്സിറ്റ് പോള് അവിടെ ഈ പറയുന്ന കുഹാംകുലിക്ക് പാട്ട് അപ്പുറത്ത് എവിടെയോ കിടക്കുന്നുണ്ട്. അവിടെ വിജയിച്ചത് VK ശ്രീകണ്ഠൻ എന്ന് പറയുന്ന എന്ന് പറയുന്ന പോലെ നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ രാഹുൽ ഗാന്ധി ഇന്ത്യ ഭരിക്കുമെന്നുള്ള ഒരു വോട്ടുകാർ വോട്ട് ചെയ്തിട്ടല്ലോ ഇവിടെ പ്രധാനമന്ത്രിയാകുമെന്നുള്ള ഒരു ഖ്യാതി ഉണ്ടാക്കി. ഇവിടെ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ തരംഗം ഉണ്ടാക്കി. ഇവർക്ക് ജയമുണ്ട്. ഞങ്ങളുടെ പണി അതല്ലേ, തരംഗം ഉണ്ടാക്കി. ഒന്ന്
ഒരു മിനിറ്റ് ഏട്ടാ, കോൺഗ്രസിലെ ചേട്ടാ BJP ആണോ ഇനി എപ്പോഴാ BJPക്ക് മാറിയെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ DCC പ്രസിഡന്റ് നിങ്ങൾ ഈ നേതൃസ്ഥാനത്തിനെ കുറിച്ച് വാദോരാതെ പറയുന്നുണ്ടല്ലോ, അയാൾ എത്ര പത്രസമ്മേളനത്തിൽ എത്ര കാര്യങ്ങൾ പറയണ്ടേ, എനിക്ക് BJPയിലേക്ക് ആരുടെ ഒത്താശ വേണ്ട, ഞാൻ പോകുന്നത്. ഇങ്ങനെയുള്ള ഒരാളുടെ വിശ്വസിച്ചിട്ട് ചോദിക്കട്ടെ, KPCC അംഗപേടനാണോ? ഒരു മിനിറ്റ് ഏതിൽ പറഞ്ഞിട്ടുണ്ട്? അതെ, DCC പ്രസിഡന്റ് എന്നെല്ലാം പറയേണ്ടത് കേട്ടോ. KPCC പ്രസിഡന്റ് പറയണം. ഏതിലാണോ പറയണേ? ഏതിൽ പറഞ്ഞിട്ടുണ്ടെന്ന്? ഏതിൽ പറഞ്ഞിട്ടില്ല. തിരുത്ത് KPCC പ്രസിഡന്റ് എന്ന് പറയും. ഏട്ടാ, DCC പ്രസിഡന്റിനെ പോലും വെളിയിലാത്ത KPCC പ്രസിഡന്റ് പറയാൻ പറ്റുള്ളൂ. ഹലോ, ഞാൻ മറുപടി പറയാം. അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യമാണ്. ഇത് വികസനം, രാജ്യത്തെ ഏറ്റവും വലിയ വികസനം നരേന്ദ്രമോദിയാണ് കൊണ്ടുവന്നത്. ഏറ്റവും കൂടുതൽ ഇവിടെ നിൽക്കുന്ന ഇന്നത്തെ സ്ഥാനാർത്ഥി കൃഷ്ണദാസ് ഒരുപാട് കാലം പറഞ്ഞു, ഞങ്ങൾ ഭരിക്കുമ്പോൾ സൗജാര്യമാണ് രാജ്യത്തെ ഏറ്റവും കൃഷ്ണകുമാർ ഭരിക്കുന്ന വൈസ് ചെയർമാനായിരിക്കുന്ന കാലം തൊട്ട് പറയാണ് ഇന്ത്യയിൽ കൂടുതൽ സൗജാര്യം കൊണ്ടുവന്ന വാർത്തയാണെന്ന്. ഇന്ന് 6 മാസമായി റേഷൻ മുടങ്ങിയിട്ട് റേഷൻ ഇല്ലാത്ത ഒരാൾ എങ്ങനെയാണ് സൗജാര്യത്തിൽ പോകുക? എങ്ങനെയാണ് സൗജാര്യത്തിൽ പോകുക? കേരളത്തിൽ നിങ്ങൾ സൗജാര്യം കൊണ്ടുവരേണ്ട ആവശ്യമില്ല. രാജ്യത്ത് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം, ഇന്ന് ഗ്യാസിന്റെ വില എന്താണ്? ഗ്യാസിന്റെ വില എന്താണ്? കുറച്ചു. എപ്പോഴെങ്കിലും 100 രൂപ കുറച്ചു. 400 നിന്ന് പോയത് 1050-ലാണ്. റേഷൻ കടയിൽ നിന്ന് ഗ്യാസില്ല. ഇത് 50 രൂപയുടെ 15 ലക്ഷം രൂപ പോക്കറ്റിലിട്ട് തരാം എന്ന് പറഞ്ഞത് BJP ആണ്. ഈ വികസനം കൊണ്ടാണോ നിങ്ങൾ ഈ പാലക്കാട് വോട്ട് ചെയ്യാൻ പോകുന്നത്? ഒരു കാരണവശാലും ചോദ്യമല്ല. ഈ റേഷനറി പൂട്ടിയതിന് കേന്ദ്രത്തെ കുറ്റപ്പെടുന്നത് കേന്ദ്രമാണല്ലോ സാർ കൊണ്ടുവരുന്നത്. അല്ലല്ല, പൊതുവിതരണ വകുപ്പ് നിങ്ങൾ റേഷൻ മുടങ്ങിയതും ഭരിക്കുന്ന കേരളം റിയാസുദ്ദീൻ അതിന് പറയേണ്ട മറുപടി നോക്കൂ. പാലക്കാട് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന സപ്ലൈകോയിലെ ആ റാക്കുകൾ നോക്കിയിട്ട് വോട്ട് ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെ വോട്ട് വീഴും? രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായി നമ്മൾ തുടങ്ങേണ്ടിയിരുന്ന ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നാണ്. മറുപടി പറയട്ടെ, കേൾക്കാൻ ക്ഷമ കാണിക്കൂ. ഈ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന RSS നിയന്ത്രിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ 10 വർഷങ്ങൾക്ക് മുമ്പ് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് അച്ഛാ ദിൻ ആകയ എന്നാണ്. പക്ഷേ ഈ 10 വർഷങ്ങൾ കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അന്ന് മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിൽ ഒരു കാര്യവും നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. ഞാനത് അറിഞ്ഞില്ല. സ്വിസ് ബാങ്കിൽ നിന്ന് കൊണ്ടുവന്ന കള്ളപ്പണം തിരിച്ചു കൊണ്ടുവന്ന് 15 ലക്ഷം രൂപ സുഹൃത്തിന് കിട്ടി. ആ 15 ലക്ഷം രൂപ അദ്ദേഹത്തിന് കിട്ടി. കേൾക്കൂ, ആ ചോദ്യങ്ങൾ കേട്ടതിന് ശേഷം മറുപടി പറയാം. നോട്ട് നിരോധനത്തിന്റെ സമയത്ത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞത് give me 50 days or let me burn alive ദിവസം തരാനാ പറഞ്ഞു. നോട്ട് നിരോധനം കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. ഈ രാജ്യത്ത് കോർപ്പറേറ്റുകളുടെ കള്ളപ്പണം എവിടെ നിന്ന് തിരിച്ചു വേണമെന്നില്ല. മാത്രവുമല്ല, പ്രതിവർഷം 2 കോടി ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകുമെന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ ചെറുപ്പക്കാരാണല്ലോ. ഇദ്ദേഹം ഉൾപ്പെടെ പ്രതിദാനം ചെയ്യുന്ന സംഘടന ചെറുപ്പക്കാരുടെ ഭാഗമായി ലോകത്ത് ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിലനിൽക്കുന്ന രാജ്യം. റോസ്കാർ യോജന എന്നൊരു പദ്ധതിയുണ്ട്, താങ്കൾ കേട്ടിട്ടുണ്ടോ? അതെന്താ തൊഴിൽ കൊടുക്കുന്ന പരിപാടിയാ. ഹിന്ദി അറിയണം, ഹിന്ദി പഠിക്കണം. പാലക്കാട് ജില്ലയിൽ അത് പ്രകാരം ജോലി കിട്ടിയ പേര് അദ്ദേഹം പറഞ്ഞ പാലക്കാട് പ്രധാനമന്ത്രി തൊഴിൽ കൊടുത്ത 10 ആളുടെ പേര് പറയാമെന്നാണ് ചോദ്യം. 10 ആളുടെ പേര് പറഞ്ഞ ഇവിടെ ചർച്ച 2016 യോജന, അങ്ങനെ പല യോജനയും പറഞ്ഞു. ശരി, മറുപടി അവസാന മറുപടി. മറുപടി അവസാനം ഇല്ലെങ്കിൽ ആരും ഒന്നും കേൾക്കില്ല. പ്രതിവർഷം 2 കോടി ചെറുപ്പക്കാർക്ക് നൽകുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്നവർ 10 വർഷം കഴിയുമ്പോ രാജ്യം ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മയെ നേരിടുന്നു. കണക്കാണ്.
എഴുതി വെച്ചോ. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ ഔദ്യോഗിക കണക്ക് പ്രകാരം കഴിഞ്ഞ 10 വർഷത്തിനിടെ 10 ലക്ഷത്തോളം വരുന്ന കർഷകർ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്ത് ഒരു ദിവസം 30 പേര്. ഒരു ദിവസം 30 പേര് ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുന്ന കർഷകരുടെ എണ്ണമാണ്. ഇപ്പൊ പറഞ്ഞല്ലോ. നോക്കൂ നമ്മുടെ രാജ്യം ഈ രാജ്യത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങള് എല്ലാം വിറ്റു. HPCL, EPCL, എയർ ഇന്ത്യ ടാറ്റക്ക്, LIC അദാനിക്ക്, ബെമല് വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിറ്റു. കേരളത്തിൽ ഈ ഒരു കൊല്ലത്തിനുള്ളിൽ എത്ര കർഷകർ ആത്മഹത്യ ചെയ്തു? കേരളത്തിൽ എത്ര പേര് ആത്മഹത്യ ചെയ്തു? പറയൂ. പിന്നെ അതും BJPയുടെ നയം കൊണ്ടല്ല. BJPയുടെ നയം കൊണ്ടല്ല. എത്ര പേര് ആത്മഹത്യ ചെയ്തു? കണക്ക് പറയൂ. 15 ലക്ഷം ഓരോ ഇന്ത്യക്കാരുടെയും അക്കൗണ്ടിൽ ഇടുന്ന മോദി പറഞ്ഞു. എനിക്കൊന്ന് ചർച്ച ചെയ്ത വിഷയമാണ്. പാലക്കാട് വോട്ടിടാൻ പോകുമ്പോ ഈ സപ്ലൈകോയിലെ മാവേലി സ്റ്റോറിലെ ഒഴിഞ്ഞ റാക്കുകൾ വോട്ടാവും. ഞാൻ കഴിഞ്ഞ 6 മാസമായിട്ട് സപ്ലൈകോയിൽ പോയിട്ട് മടങ്ങി വരിക. അത് കള്ള് ഷാപ്പാക്കാൻ പോവാ നിങ്ങള്. വെറുതെ കഴിഞ്ഞ ഒരു നിമിഷം നോക്കാൻ പോയതാണ്. ബോർഡ് വെച്ച് നോക്കാൻ പോയത്. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കേരളത്തിൽ ജനങ്ങൾ മുഴുവൻ പുറത്തേക്ക് വരുന്ന ഞാൻ പറയാം. ഈ കേരളം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. 57,000 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായി കേരളത്തിന് ലഭിക്കാനുള്ളത്. വിവിധ ലഭിക്കാനുള്ളതല്ല, കിട്ടിയാൽ കൊള്ളാമെന്ന് പറയൂ. ആഗ്രഹം ലഭിക്കാനുള്ളത് കണക്ക് കയ്യിലുണ്ട്. GST വിഹിതം മാത്രം 12,000 കോടിയുണ്ട്. നോക്കൂ, 10ാം ധനകാര്യ കമ്മീഷനിൽ 3.9% കേരളത്തിന്റെ വിഹിതം. 10ാം ധനകാര്യ കമ്മീഷൻ അതൊക്കെ നമ്മളുടെ ആവശ്യമാണ്. നിയമപരമായി നമുക്ക് കിട്ടാനുള്ളതായി കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് എത്രയാ? ഇനി കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് 11,000 കോടിയും കൂടെ കിട്ടാനുണ്ട്. അത്രേ ഉള്ളൂ. 13,000 കഴിഞ്ഞാൽ 24,000 കോടി കൂടെ കിട്ടും. അത്രേ ഉള്ളൂ. 9,000 കോടി രൂപ വായ്പയാണ് ചോദിക്കുന്നത്. അല്ലാതെ കേന്ദ്രം തന്നു. 13,608 കോടി കേന്ദ്രം തന്നു. GST വിഹിതം 12,000 കോടി രൂപ GST വിഹിതം. GST വിഹിതമൊക്കെ തന്നു സാറേ. അത് അങ്ങനല്ല. GST കോമ്പൻസേഷൻ ആണ്. GST കോമ്പൻസേഷൻ തുടർന്നാൽ 12,000 കൂടെ കിട്ടും. പക്ഷെ കോമ്പൻസേഷൻ ഈ വർഷം തുടരില്ല എന്ന് 5 വർഷം മുമ്പേ തീരുമാനിച്ചതാണ്. ഞാൻ ഫറൂഖിലേക്ക് വരാം. ഫറൂഖ്, ഈ തെരഞ്ഞെടുപ്പിൽ വിധി എഴുതാൻ പോകുമ്പോ VK ശ്രീകണ്ഠന്റെ പേരിൽ വോട്ട് കുത്താൻ പാർലമെന്റിന്റെ ഈ മണ്ഡലത്തിൽ VK ശ്രീകണ്ഠന് അനുകൂലമായി എന്ത് തരംഗമാണുള്ളത്? ഒന്ന് പറയാം. 2019, 2014 മുതൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റ് എല്ലാ മേഖലയിലും പരാജയമാണ്. 1, 2 നമ്മുടെ ഭരണഘടന ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിതമായ ഭരണഘടനയാണ്. ആ ഭരണഘടന തകർക്കാൻ പോവാണ്. ഇന്ത്യയുടെ ജുഡീഷ്യറിയെ തകർക്കുകയാണ്. ഇന്ത്യയുടെ എല്ലാ മനുഷ്യരും ഒന്നായി നിൽക്കുന്ന, എല്ലാവരെയും ചേർത്ത് നിൽക്കുന്ന ബഹുസ്വര ഇന്ത്യയാണ്. ആ ഇന്ത്യയെ വർഗീയതയുടെ പേരിൽ മനുഷ്യനെ വേർതിരിക്കുന്ന ഈ രാഷ്ട്രീയം അരുത് എന്ന് പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി എല്ലാ മതേതര കക്ഷികളും ഒരുമിച്ച് നിൽക്കുന്നു. ഞാൻ ഉറപ്പ് പറയുന്നു, ഈ 63-66% മതേതര വോട്ടുകൾ കഴിഞ്ഞ പ്രാവശ്യം ചിഹ്ന ഭിന്നമായത് ഒരുമിക്കുകയാണ്. ആ ഒരുമിക്കുന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ, ആ റിസൾട്ട് അറിഞ്ഞാൽ അന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന പ്രധാനമന്ത്രി ശ്രീ രാഹുൽ ഗാന്ധി ആയിരിക്കും എന്നുള്ള പോരാട്ടം നടത്തുകയാണ്. രണ്ടാമത് ഈ ഭാരതത്തിൽ ഈ ചോദ്യത്തിന് മറുപടി എനിക്ക് ജോമോനിൽ നിന്നാണ്. ജോമോൻ, ദേശീയ രാഷ്ട്രീയമാണല്ലോ. ദേശീയ രാഷ്ട്രീയം നോക്കൂ. ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ എല്ലാ മുന്നണികളുടെയും വോട്ടുകൾ ഏകീകരിച്ചു വന്നാൽ, ഒരുപക്ഷെ നരേന്ദ്രമോദിയെ വീഴ്ത്താനുള്ള വോട്ട് ഇന്ത്യ മുന്നണിക്ക് കിട്ടിയാൽ, രാഹുൽ ഗാന്ധി ഒന്നാമതെത്തിയാൽ, ആ കോൺഗ്രസ് പാർട്ടിയുടെ VK ശ്രീകണ്ഠനെ ജയിപ്പിച്ചാൽ ഒരു അർത്ഥമുണ്ടാകുമെന്നുള്ളതാണ് വാദം. അതെ, ഇത് നിങ്ങൾ 2019 പറഞ്ഞാണ്. ഒരു മിനിറ്റ്, ഇവിടെ VK ശ്രീകണ്ഠൻ നടത്തിയ ഒരു വികസനം പറയാൻ, ഒരു വികസനമെങ്കിലും പറയാൻ ഞങ്ങൾ പറയാം. ആകെ പുള്ളി നടത്തിയ ഒരു വികസനം, ഇവിടെ നരേന്ദ്രമോദിയുടെ വന്ദേ ഭാരത് വന്നു. വന്ദേ ഭാരതിൽ പുള്ളിയുടെ 1000 സ്റ്റിക്കർ മാവ് എടുത്ത് ഇവിടെ ആളുകളെ കൊണ്ടുപോയി അതിൽ ഒട്ടിച്ചു വിട്ട് അത് കേടുവരുത്തിയതല്ലാതെ വേറെ ഒന്നും. വികസനത്തിന്റെ ലിസ്റ്റ് വായിച്ചോ വികസനത്തിന്റെ ലിസ്റ്റ് 7:30 മുമ്പ് തീർക്കണം. വായിച്ചോ. അങ്ങനെ പറയാനാണ് ഞങ്ങളുടെ അതിലേക്ക് എത്തണമെന്ന് വളരെ നിർബന്ധമുള്ള ഒരാളായിരുന്നു. കാരണം അറിയണം ജനങ്ങൾ. പാർലമെന്റ് പെർഫോമൻസ് ചോദ്യത്തിന് മറുപടി. പെർഫോമൻസ് കേട്ടോ,
പ്രധാനമന്ത്രിയുടെ അറ്റൻഡൻസും ശ്രീകണ്ഠന്റെ അറ്റൻഡൻസും തമ്മിൽ അവിടെ ഹിന്ദി ഇംഗ്ലീഷ് അറിയേണ്ടവർ അറ്റൻഡൻസ് കിട്ടിയിട്ട് എന്ത് കാര്യം? ഞങ്ങൾ പറയാ അറ്റൻഡൻസ് പറയാം. KPCC ഹിന്ദിയും ഇംഗ്ലീഷും പറയാം. അവിടെ 93%. KPCC അങ്ങനെ പറയാൻ അങ്ങനെ പറയാൻ എനിക്കും പറയാനുണ്ട്. അറ്റൻഡൻസ് എഴുതി വെച്ചോ 93%. ഡിബേറ്റ്സ് 63. ക്വസ്റ്റ്യൻ 294. പ്രൈവറ്റ് ബില്ല് 9. ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്യാൻ തയ്യാറാണ്. രണ്ടാമത് പാലക്കാട് 46 കോടി കേട്ടോ, 46 കോടി എവിടെ? പാലക്കാട് പിറ്റ് ലൈനിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു. അന്വേഷിച്ചോ? ഞാൻ പറയാം. എന്താ ഒബ്ജക്ഷൻ? എന്താ ഒബ്ജക്ഷൻ? റിയാസുദ്ദീൻ എന്താ ഒബ്ജക്ഷൻ? ഈ 26 കോടി രൂപ പിറ്റ്ലൈനു വേണ്ടി കേന്ദ്ര സർക്കാർ അനുവദിച്ചത് എംപിയുടെ ഇടപെടലിനെ തുടർന്നാണ്. ഒബ്ജക്ഷൻ ഉണ്ടോ? കോച്ച് ഫാക്ടറിക്ക് വേണ്ടി എന്ത് ഇടപെടൽ നടത്തി? കോച്ച് ഫാക്ടറിക്ക് ആരാണ്? കോച്ച് ഫാക്ടറി പാലക്കാടിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമല്ലേ കോച്ച് ഫാക്ടറി? ബഹുമാനപ്പെട്ട റിയാസിനും അറിയാം, കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിപക്ഷത്തോടുള്ള സമീപനം എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. 140 പരം എംപിമാരെ സസ്പെൻഡ് നമുക്ക് കിട്ടേണ്ട കോച്ച് ഫാക്ടറി റേബറേലിയിൽ പോയി. എത്രയേ ഉള്ളൂ? കോച്ച് ഫാക്ടറി കേട്ടോ 14 തവണ പീയൂഷ് ഗോയൽ ഉൾപ്പെടെയുള്ള ഒന്നും മിണ്ടായിരിക്കാം. ചാനൽ ചർച്ചയിലെ ഒന്ന് പറയട്ടെ. എംപിയുടെ ശ്രമഫലമായി 14 തവണ അദ്ദേഹം 2 ക്യാബിനറ്റ് മന്ത്രിമാരെ, റെയിൽവേ മന്ത്രിമാരെ കണ്ടു. എന്നിട്ട് പറയുന്നു ഇവിടെ ഇനി കോച്ച് ഫാക്ടറി അനുവദിക്കാൻ സാഹചര്യമില്ല. ഒരു കാര്യം കൂടി കേൾക്കണം. അപ്പോൾ അതിനുശേഷം ഇപ്പൊ കേരള ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നു ഇനി കോച്ച് ഫാക്ടറി വേണ്ട, നിലവിലെ അക്വസിഷൻ കഴിഞ്ഞ ഈ സ്ഥലം എത്രയും പെട്ടെന്ന് തന്നെ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ കോച്ച് ഫാക്ടറിയിൽ CPM-ന്റെ തീരുമാനം എന്താണ്? ഈ ജില്ലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന വികസന വിഷയമാണ് കോച്ച് ഫാക്ടറി. എന്റെ പ്രിയ സുഹൃത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീകണ്ഠന് വേണ്ടി ഇവിടെ പറഞ്ഞു കോച്ച് ഫാക്ടറി ജില്ലക്ക് വേണ്ട എന്ന നിലപാട് സ്വീകരിച്ചു. ഞാനല്ല പറഞ്ഞത്. നോക്കൂ എന്താ പറയുന്നത്? CPM അങ്ങനെ നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണ് സാധ്യമാകാതെ കോച്ച് ഫാക്ടറി സ്ഥലം തിരിച്ചെടുക്കുകയാണെന്ന് UPA ഗവൺമെന്റിന്റെ കാലത്ത്. നോക്കൂ 2008 ഇവർക്ക് അറിയുമെന്ന് അറിയില്ല, BJPക്ക് അറിയില്ല, റെയിൽ ബജറ്റ് എന്ന് പറഞ്ഞ ബജറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നും ഇല്ല. BJP അത് ഇല്ലാതാക്കി. ആ റെയിൽ ബജറ്റിലാണ് കോച്ച് ഫാക്ടറി എന്ന നിർദ്ദേശം ആദ്യമായി മുന്നോട്ട് വെച്ച് 2011 അന്നത്തെ UDF-ന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇതാ ഇവിടെ എവിടെയെങ്കിലും പട്ടി മൂത്രമൊഴിച്ച് കിടക്കണ്ട കല്ലെന്ന് അറിയില്ല. പിറവത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ് അവിടെ 230 ഏക്കർ ഭൂമി ഞങ്ങള് 2008 റെയിൽ ബജറ്റ് വരുന്നു. VS ഗവൺമെന്റ് അധികാരത്തിൽ ഇരിക്കുമ്പോൾ കഞ്ചിക്കോട്ട് ഭൂമി കണ്ടെത്തുന്നു. അതിനുവേണ്ടിയുള്ള ഇടപെടല് അന്നത്തെ MP രാജേഷ് ഉൾപ്പെടെ കൃത്യമായി ഇടപെടലിന്റെ ഭാഗമായിട്ട് ആ വിഷയം ഉന്നയിക്കുന്നു. 2011 പിറവ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പാലക്കാട് ഇതേ കോട്ട മൈതാനത്ത് വന്ന് അതിനിട്ട് പോയ തറക്കല്ല് ഇവിടെ കിടക്കണ്ട ഉണ്ടോ? ഇപ്പൊ കോൺഗ്രസ് പറയുന്നു അതിന്റെ ആവശ്യമില്ല. ഞാനെന്ന് പറയട്ടെ, പാലക്കാടിന് വേണം, പാലക്കാടിന് വേണം, പാലക്കാടിന് കോച്ച് ഫാക്ടറി വേണം. കോച്ച് ഫാക്ടറിക്ക് ഭൂമി എടുത്ത് കൊടുക്കാൻ പോലും ഈ സർക്കാരിന് കോച്ച് ഫാക്ടറി പാലക്കാട് അനുവദിക്കാമെന്ന് കേന്ദ്രത്തിന് തീരുമാനമുണ്ടോ? ഞങ്ങൾ ഇനി 3ാം ടൈം വരുമ്പോൾ കൃഷ്ണകുമാർ MP ആയി പോകുമ്പോൾ ഇവിടെ കോച്ച് ഫാക്ടറി വന്നിരിക്കും, ഇവിടെ എയിംസ് വന്നിരിക്കും. ചോദ്യം സ്ഥലമേറ്റെടുത്ത് കൊടുത്ത കാര്യം മൂപ്പര് അറിഞ്ഞിട്ടില്ല, അത് പറഞ്ഞു കൊടുക്കി. അത് വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമായി മാറി. ചോദ്യം കേൾക്കൂ.
VK ശ്രീകണ്ഠൻ MP ഫണ്ടിൽ നിന്ന് ഇത്ര കോടി റുപ്യ ചെലവാക്കി പറഞ്ഞു. ഞാൻ ഒലവക്കോട് പ്രദേശത്ത് നിന്നാണ് വരുന്നത്. ആ ഒലവക്കോട് പ്രദേശത്ത് റെയിൽവേ സ്റ്റേഷൻ മുമ്പിൽ 75 ലക്ഷം ഉൾപ്പെടെ ഒരു ബസ് സ്റ്റോപ്പ് കെട്ടിയിട്ടുണ്ട്. സാമാന്യ ബോധ്യമുള്ള ഒരുത്തനും ആ ബസ് സ്റ്റോപ്പ് 1.5 ലക്ഷം റുപ്യയുടെ മേലെ വരില്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ളവരെ മനസ്സിലാക്കാൻ പറ്റും. 75 ലക്ഷം രൂപയ്ക്ക് ബസ് സ്റ്റോപ്പോ? രൂപ AC ആണോ? AC ആണോ? TV പട്ടി കയറിയിരിക്കാനുള്ള പട്ടിയാ കയറിയിരിക്കണേ, ആളുകൾ കയറുന്നില്ല. ഒരു നിമിഷം. ചേട്ടാ 75 ലക്ഷം രൂപയ്ക്ക് ആ ബസ് സ്റ്റോപ്പ് വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ തെളിയിച്ചാ ഞാൻ മൊട്ടയടിക്കാം. 75 ലക്ഷം കാണിച്ചാ ഞാൻ മൊട്ടയടിക്കാം. 75 ലക്ഷം ഇല്ലേ? പിന്നെ രണ്ടാമത്തെ കാര്യം BJP-കാരോടാണ്. അമിത്ഷാ കഴിഞ്ഞ തവണ ഇലക്ഷനില് കഞ്ചിക്കോട് വന്നിട്ട് പറഞ്ഞു ഇവിടെ കോച്ച് ഫാക്ടറി 5 വർഷത്തിനുള്ളിൽ വരും. വീട്ടിലെ തൊഴുത്തിന്റെ കാര്യമാണ് പറയുന്നത്. എന്തായി ഇനി 3ാം തവണ വരുന്നെന്താ പറയുന്നത്? അതെന്താ? പിന്നെ 24 മണിക്കൂർ ഒരു കാര്യം കൂടെ, കേരള സർക്കാർ ഈ കോച്ച് ഫാക്ടറിയുടെ സ്ഥലം തിരിച്ചു വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഇലക്ഷൻ ആവാറായില്ലേ? അവിടേക്ക് കേരള സർക്കാർ അങ്ങനെ ഒരു വാദം ഉന്നയിച്ചിട്ടില്ല. നുണ പറയരുത്. തെളിവ് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ കുറെ കണ്ടതാണ്. അല്ല, ഞാൻ BJP പ്രതിനിധിയോട് സംസാരിക്കാനില്ല. കാരണം രാഷ്ട്രീയ വർഗീയത മാത്രമുള്ളതുകൊണ്ട് കോൺഗ്രസിന്റെ പ്രതിനിധിയോടാണ് എനിക്ക് സംസാരിക്കാൻ. കോൺഗ്രസിന്റെ പ്രതിനിധിയോടാണ് എനിക്ക് പ്രതിനിധിയോട് ചോദിക്കുന്നു, നിങ്ങൾ എന്ത് വിശ്വസിച്ച് ഞങ്ങൾ കേരളത്തിൽ ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്ത് തരണം എന്നാണ് ചോദിക്കുന്നത്. CPM ആണോ? ഒരു കാര്യം പറയാം. ഒരു ചോദ്യം കൂടി. അതിന് മറുപടി പ്ലീസ്. അതിനൊരു മറുപടി ക്ലാരിഫൈ ആണ്. ഒരു മിനിറ്റ്. ആദ്യം വർഗീയതയുടെ കാര്യം പറഞ്ഞു. അല്ല, അത് ശരിയല്ല. ഓരോ 2 മുന്നണികളും ഓരോ സ്ഥാനാർത്ഥികളെയും മതം നോക്കിയിട്ടാണ് ഓരോ സ്ഥലത്ത് നിർത്തുന്നത്. ഇതിനെന്താ മറുപടി പറയാളെ? നിങ്ങൾ എന്താ മലപ്പുറത്ത് ചാക്കോനെ നിർത്താതെ? BJP-യാണ് പറയുന്നത്. എനിക്ക് ആദ്യത്തിന് മറുപടി. ഈ വർഗീയതയുടെ കാര്യം പറഞ്ഞു 2 സ്ഥാനാർത്ഥികളെ മാറ്റി BJP-യാണ്. മലപ്പുറത്തെ BJP സ്ഥാനാർത്ഥിയാരാ? മലപ്പുറത്തെ BJP സ്ഥാനാർത്ഥിയാരാ? റിയാസിലേക്ക് ഞാൻ വരാം. ഒരു മിനിറ്റ്. എന്റെ പൊന്നിയേട്ടാ, മൈക്കില്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല. ചേട്ടാ കൂടെ പറഞ്ഞു. ആ സുഹൃത്തിനോട് ഒരു ചോദ്യം. ആ സുഹൃത്ത് പറഞ്ഞപ്പോ കൈയടിച്ചവരോടും അങ്ങോട്ടും ഇവിടുന്ന് 45 കിലോമീറ്റർ അപ്പുറത്ത് പോയാൽ കോയമ്പത്തൂരെത്തും. കോയമ്പത്തൂരില് CPM-ന്റെ ഒരു MP ഉണ്ട്. ആ MP സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോ നെഞ്ചത്ത് ഒരു മനുഷ്യന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോ ആരെന്നായിരുന്നു? ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ. വിശ്വാസം തമിഴ്നാട്ടിൽ വിശ്വാസമുണ്ട്, ബംഗാളിൽ വിശ്വാസമുണ്ട്, ത്രിപുരയിലെ വിശ്വാസമുണ്ട്, സീതാറാം യെച്ചൂരിക്ക് വിശ്വാസമുണ്ട്, പിണറായിക്ക് വിശ്വാസമില്ല, കേരളത്തിലെ CPM-ന് വിശ്വാസമില്ല. കാരണം നരേന്ദ്രമോദിയുടെ മറ്റൊരു പതിപ്പായി SLC ലാവലിൽ കേസ് നിൽക്കുന്ന കാലം കോൺഗ്രസിനെ വിശ്വസിക്കില്ല, മോദിയെ മാത്രമേ വിശ്വാസമുണ്ടാവൂ. രാജ്യസഭാ തെരഞ്ഞെടുപ്പില് രാത്രി ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു, രാവിലെ ഒരുമിച്ച് ചായ കുടിച്ചു, അത് കഴിഞ്ഞിട്ട് പോയി നേരെ BJP-ക്ക് വോട്ട് ചെയ്തു. നല്ല വിശ്വാസമാണ്. രാഹുൽ ഗാന്ധിയെ കുറിച്ച്, കോൺഗ്രസിനെ കുറിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ ബോർഡാണ് ബംഗാളിൽ. ത്രിപുരയിൽ 11 MLA പോയി. പാലക്കാട് ഈ കുരുക്ഷേത്ര പരിപാടി ഇത്രത്തോളം വളരെ ഗംഭീരമായി രാഷ്ട്രീയ ചർച്ച നടത്തുമ്പോ തൊഴിലുറപ്പ് പദ്ധതി, ഇന്ദിരാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി നടത്തിയിട്ട് ഏതാണ്ട് 4 മാസമായി അവർക്ക് പൈസ കൊടുക്കാൻ പറ്റിയിട്ടില്ല. കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും പരാജയ. ഇവർ തമ്മിലുള്ള സംസ്ഥാനത്തിന്റെയും കേന്ദ്രത്തിന്റെ 2 തമ്മിത്തല്ല് കാരണം ഇവര് പറയുന്ന കേന്ദ്ര വിഹിതം വന്നിട്ടില്ലാന്ന്. കേന്ദ്ര വിഹിതം വെറും 300 രൂപയുള്ള പെൻഷന്, അപ്പോഴും ഒരു 1300. ഞാനൊന്ന് പറയട്ടെ വിപിനെ, നിനക്കെന്ന് പറയണത് ഞാൻ പറയട്ടെ. അപ്പൊ 1300 രൂപ, അതായത് ഒരു മാസം കിട്ടുന്ന പൈസ സാധാരണപ്പെട്ടവർ മെഡിക്കൽ ഷോപ്പിൽ കൊടുക്കാനാ, പ്രഷറിനും ഷുഗറിനും മരുന്ന് വാങ്ങാനുള്ള പൈസ.
8 മാസം 7 മാസം ഈ മാസത്തോട് കൂടി 8 മാസം ഇവർക്ക് ഇതൊന്നും ചർച്ച ചെയ്യാനില്ല. വോട്ടിടാൻ പോകുന്ന അമ്മച്ചിക്ക് 7 മാസത്തെ പെൻഷൻ കുടിശ്ശികയുള്ളത് തീർച്ചയായും ഒന്നുകിൽ വി കെ ശ്രീകണ്ഠൻ മറുപടി പറയട്ടെ. ഒന്ന് കുറിച്ച് പറഞ്ഞില്ല. ബൂത്ത് സെക്രട്ടറി രാവിലെ ഇറങ്ങി കുളിച്ച് കുറി തൊട്ട് വീട്ടിൽ പോയി ചോദിക്കുകയാണ് ചേച്ചിയെ പെൻഷൻ വന്നോന്ന്. അപ്പൊ ചേച്ചി പെൻഷൻ വന്നിട്ടില്ല. ഈ പാവികളെ പെൻഷൻ ഒരു കാലത്തും വരല്ലേന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഈ ഭാവികളെ 18 മാസത്തെ പെൻഷൻ മുടക്കിയവരാണ്. 18 മാസത്തെ ഡൽഹിയിൽ സമരം ചെയ്തു. ഞാൻ പറയാം, മുഖ്യമന്ത്രി ഡൽഹിയിൽ സമരം ചെയ്തു. ഞാൻ പറയട്ടെ ഒന്ന് പത്തനംതിട്ട വരെ പോകണം. തോമസ് ഐസക്കിനെ കാണണം. അദ്ദേഹം നിയമസഭയിൽ രേഖാമൂലം പറഞ്ഞു 18 മാസം കുടിശ്ശിക ഉമ്മൻചാണ്ടി കൊടുക്കാനില്ല. 3 മാസത്തെ ഉള്ളൂ. ഒരു ചെറുപ്പക്കാരൻ വളരെ ആവേശപൂർവ്വം പൊട്ടിത്തെറിക്കുന്നുണ്ട്. നമുക്കൊന്ന് ചോദിക്കാം എന്താ കാര്യം. ചേട്ടന് വേണ്ടിയല്ലേ അല്ല നേതാവിന് വേണ്ടിയാണോ? ചോദിച്ചു. 18 മാസം പെൻഷൻ കൊടുക്കാനില്ല എന്ന് നിങ്ങൾ തെളിയിക്കാൻ പറ്റുന്നു. തോമസ് ഐസക്കിനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞു. നിയമസഭയിൽ പോകാൻ പറ്റില്ല. ഒന്ന് ക്ലിക്ക് ചെയ്യാം. എം പി ഫണ്ട് പോലും 50% വിനിയോഗിക്കാത്ത നിങ്ങളാണ് ഇപ്പോ ഇതൊക്കെ ഉണ്ടാക്കിയത്. MP ഫണ്ട് ഉപയോഗിച്ചിട്ടില്ലേ? MP ഫണ്ട് ഉപയോഗിച്ചിട്ടില്ലേ? ഈ കോവിഡ് കാലത്ത് 2 വർഷം കിട്ടിയില്ല. 17 കോടി, ഞാൻ പറയാം 17 കോടി 93% വിനിയോഗിച്ചു കഴിഞ്ഞു. ഇത് കണക്കാണ്. 2 കോടി മുഴുവൻ 93% വിനിയോഗിച്ചു കഴിഞ്ഞു. ഒരു കാര്യം പറയാം, ഇതിന്റെ ഇംപ്ലിമെന്റ് ഓഫീസർ ഒന്ന് ചോദിക്കൂ. 17 കോടിയിൽ എത്ര ലിസ്റ്റ് എടുത്ത് പരിശോധിക്ക്. ഒരു കാര്യം എനിക്കൊരു രാഷ്ട്രീയ പാലക്കാട് അസൽ ചൂടാണ്. ചുട്ടുപൊഴുക്കാൻ പോവുകയാണ്. കാരണം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി വന്നു കഴിഞ്ഞു. ഇനി രാഷ്ട്രീയ താപനിലയും ഉയരും. എന്താണ് ഇവിടുന്ന് ചോദിക്കാനുള്ളത്? കൊറോണ കാലത്ത് പാത്രത്തിൽ തല്ലിയതിനെ പറ്റിയല്ല ഞാൻ ചോദിക്കുന്നത്. വിളക്ക് കൊളുത്തിയിട്ട് വാതിലടക്കാൻ പറഞ്ഞതിനെ പറ്റിയല്ല ഞാൻ ചോദിക്കുന്നത്. പാലക്കാട് നഗരസഭയിൽ 210 കോടി രൂപ അമൃതിന്റെ പേര് വാങ്ങിയിട്ട് അതിൽ നിന്ന് 33 കോടി രൂപയുടെ വർക്ക് ചെയ്യാതെ അതിൻ്റെ പേരിൽ 26 ലക്ഷം രൂപ DPRന് വേണ്ടി രാം ബയോളജിക്കൽസിന് കൊടുത്ത് വൻ അഴിമതി നടത്തിയ കഴിഞ്ഞ ഭരണസമിതിയുടെ നടപടികളെ കുറിച്ച് ഇദ്ദേഹം മറുപടി പറയണം. BJP പ്രതിനിധിയോട് എഴുതി വെച്ചോളൂ ആ ചോദ്യം. അതിന് ഒരു ചെറുപ്പക്കാരന്റെ ചോദ്യം ഇവിടെ കേട്ടോളൂ. അടുത്ത ചോദ്യം കേൾക്കൂ. BJPയുടെ പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. NCERT ഒരു വിദ്യാർത്ഥി എന്ന നിലയിലുള്ള ചോദ്യമാണ്. NCERT പാഠപുസ്തകങ്ങളിൽ നിന്നും ചരിത്രവും ശാസ്ത്രവും അതുപോലെ തന്നെ മുഗൾകാല ചരിത്രം, അതുപോലെ തന്നെ ഗാന്ധിവധം, അതുപോലെ തന്നെ ശാസ്ത്രവും ചരിത്രവും പരിണാമ സിദ്ധാന്തം ഇതുപോലെയുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെല്ലാം തുടച്ചു മാറ്റിക്കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വർഗീയതയുടെ ഒരു വിഷക്കുത്തുകൾ വരും തലമുറയ്ക്ക് കുത്തിവെക്കുന്നതിന് വേണ്ടി തയ്യാറാവുന്നത്. ഇതിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് വ്യക്തമാക്കണം. അതുപോലെ തന്നെ രാജ്യത്തെ കർഷകരെ സംരക്ഷിക്കേണ്ട കേന്ദ്ര സർക്കാർ രാജ്യത്തിനകത്തെ കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അതുപോലെ തന്നെ മണിപ്പൂരിനകത്ത് നടന്നിട്ടുള്ള വിഷയങ്ങൾക്കകത്ത് നരേന്ദ്രമോദി എന്തുകൊണ്ട് മണിപ്പൂരിനകത്ത് ചെന്നില്ല എന്നുള്ളതും ഇവിടെ പൂക്കോട് സിദ്ധാർത്ഥന്റെ മരണത്തിലെ സിദ്ധാർത്ഥന്റെ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു വെക്കാനുള്ളത് അതിന് SFIക്കാർ കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞു വെച്ചാൽ മണിപ്പൂര് രാജ്യത്തിന് പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു വിഷയമായിരുന്നു. ലോകം ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമായിരുന്നു മണിപ്പൂർ. എനിക്ക് താങ്കളുടെ രോഷം മനസ്സിലാവും, പക്ഷെ താങ്കൾ എഴുതി വെച്ചോളൂ. ചോദ്യം എനിക്ക് ന്യായീകരിക്കരുത്. മൈക്കില്ല. ഹലോ
എനിക്ക് ചോദിക്കാനുള്ളത് CPM പ്രതിനിധിയോടാണ്. ആദ്യത്തെ, രണ്ടാമത് അതിന്റെ ഉപചോദ്യമായിട്ട് ശ്രീകണ്ഠന്റെ പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. MP രാജേഷ് MP ആയിരുന്ന സമയത്ത് 212 കോടി രൂപയാണ് ട്രൈബൽ വെൽഫെയറിന് വേണ്ടി അട്ടപ്പാടിയിലോട്ട് വാങ്ങിച്ചിരുന്നത്, സ്പെഷ്യൽ ഫണ്ടായിട്ട് വാങ്ങിച്ചിരുന്നത്. ഇതുവരെ അത് ചെലവാക്കിയിട്ടില്ല. ഇപ്പോഴും കൂടി അവിടെ ഒരു മരണം നടന്നിട്ട് 2 കിലോമീറ്റർ കണക്കിന് ആൾക്കാരെ തൂക്കിയെടുത്തിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനുശേഷം ഈ ഇപ്പോൾ MP ആയിട്ടുള്ള ശ്രീകണ്ഠൻ എന്താണ് പാലക്കാടിന് വേണ്ടി ചെയ്തത്, ട്രൈബൽ അട്ടപ്പാടിക്ക് വേണ്ടി ചെയ്തത്? ഇവിടെയൊക്കെ ജലക്ഷാമം വളരെയധികമുണ്ട്. ജലക്ഷാമമുള്ള സമയത്ത് ചിറ്റൂര്, കുഴൽമന്നം, മാലത്തൂർ ഇവിടെയൊക്കെ ജലക്ഷാമം നിറയുണ്ട്. ഇതിനു വേണ്ടിയിട്ട് MP എന്താണ് സിറ്റിംഗ് MP? ഒരു ചോദ്യം കൂടി. ആലത്തൂർ MP രമ്യ ഹരിദാസ് 71 കോടി റെയിൽവേ വികസനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എവിടെയാണ് ഈ ആലത്തൂരിലെ റെയിൽവേ? അത് നമുക്ക് ആലത്തൂർ ചോദിക്കാം. ഒരു നിമിഷം ഇവിടെ ചേട്ടാ ചോദിച്ചേ. ഒരു നിമിഷം. കേരളത്തിലെ സാധാരണക്കാരുടെ നിരവധി വിഷയങ്ങൾ ഇപ്പോൾ ഉണ്ട്. ദേശീയ തലങ്ങളിലേക്ക് പോകുന്നത് മുമ്പ് ഒരു മിനിറ്റ് ഒന്ന് നമ്മുടെ ഇപ്പോൾ കുറേ പേര് കോൺഗ്രസിന് BJPക്ക് പോകണമെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ BJPയുടെ വന്ന പ്രതിനിധി കുറച്ച് മാസമായിട്ടുള്ള തോന്നുന്നു BJPയിലേക്ക് വന്നിട്ട്. ഈ പ്രതിനിധി ഞങ്ങളുടെ പ്രവർത്തകനാ ആലത്തൂര് കോൺഗ്രസ്. അവരെ പറയുമ്പോൾ അധികാരമോഹം കൊണ്ട് പ്രതീക്ഷ പോയിരിക്കാണ്. അല്ലാണ്ട് പ്രസ്ഥാനത്തോടുള്ള അവഗണനയില്ല. മാത്രമല്ല കേരളത്തിലെ പ്രശ്നങ്ങള് നിരവധി അച്ഛന്മാർക്കും അമ്മമാർക്കും പെൻഷനില്ല, മാസങ്ങളായി പെൻഷനില്ല. ആന്റണി ഉള്ളപ്പോൾ ഇവർ പറയുന്നത് 7 മാസമായി പെൻഷനില്ല. ഡൽഹി കർഷകർക്ക് പൈസ കിട്ടുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് 22 രൂപ കൊടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഫണ്ടിലേക്ക് അയച്ചിട്ടാണ്. 28-20 സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കുന്നു. ആ 22 രൂപ നേരിട്ട് കർഷകർക്ക് അയച്ചാൽ ഞങ്ങൾക്ക് മറുപടി പറയാൻ ഓഡിയൻസിന് റൗണ്ടിന് ശേഷം എല്ലാവരും തയ്യാറാവുക. ചോദിച്ചോളൂ. മൈക്ക് ഓണാണ്. മൈക്ക് എന്തെങ്കിലും ചെയ്താ ചെയ്യരുത് കേട്ടാ. പറഞ്ഞോ. എനിക്ക് കോൺഗ്രസിന്റെ പ്രതിനിധിയോടാണ് ചോദ്യം. ചോദിക്കേ. അല്ല ഇപ്പോ കമന്റ് ഇപ്പൊ ഒരു പ്രഖ്യാപനം വന്നു. വയനാട് രാഹുൽ ഗാന്ധി BJPക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് വയനാട് വന്ന് ഓടി ഒളിച്ച നിങ്ങളുടെ രാഹുൽ ഗാന്ധിക്കും നിങ്ങളുടെ കോൺഗ്രസിനും ആണോ കേരളക്കാർ വോട്ട് ചെയ്യേണ്ടത്? ഒരു മിനിറ്റ് 112 മുൻ മുഖ്യമന്ത്രിമാർ, കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാർ, 112 കോൺഗ്രസ് MP-മാർ ഇന്ന് BJPയിലാണ്. നിങ്ങളെ വിശ്വസിച്ചിട്ടാണോ ഇന്ത്യയിൽ നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യേണ്ടത്? 19 കേരളത്തില് MP-മാര് പോയി. ഇവിടെ എന്ത് കേരളത്തിന് എന്ത് ഗുണമാണ് ഉണ്ടായത്? CPM-ന്റെ പ്രതിനിധിയാണോ ചോദിക്കുന്നത്? രാഹുൽ ഗാന്ധിയുടെ വയനാട് പ്രവേശനത്തെ കുറിച്ച് പറഞ്ഞു. നിങ്ങളുടെ അഖിലേന്ത്യാ സെക്രട്ടറി സീതാരാം യെച്ചൂരി ആർക്കാണ് വോട്ട് ചെയ്യുന്നത്? ഡൽഹിയിൽ ആർക്കാണ് വോട്ട് ചെയ്യുന്നത്? കൈപ്പത്തിലേക്കാണ് വോട്ട് ചെയ്യുന്നത്. സീതാറാം യെച്ചൂരി വോട്ട് ചെയ്യുന്നത് കൈപ്പത്തിയിലേക്ക്. ആർക്കാണ് വോട്ട് ചെയ്യുന്നത്? കൈപ്പത്തിക്കാണ് വോട്ട് ചെയ്യുന്നത്. കൈപ്പത്തിക്കാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നത്. ഇവർക്ക് കൈപ്പത്തി വോട്ട് ചെയ്യണ്ടേ? ചെയ്യണം. അവർ യഥാർത്ഥ മതേതരവാദികളാണ്. എന്നാൽ കേരളത്തിലെ പിണറായി വിജയന്റെ CPM BJPക്ക് കൂട്ടുപിടിച്ച് ഇവിടെ വർഗീയത വളർത്തുകയാണ്. എനിക്ക് പറയാനുള്ളത്, രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുമ്പോൾ ഇവർക്ക് മത്സരിക്കാൻ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് ഒരു സീറ്റ് പോലും ഇവർക്കില്ലേ? പ്രകാശ് കേരളത്തിൽ മത്സരിക്കാലോ? എന്തുകൊണ്ട് മത്സരിക്കുന്നില്ല? വരാലോ? ജയിക്കില്ല. കെട്ടിവെച്ച കാശ് കിട്ടില്ല. പ്രകാശ് അമേഠിയിലൊന്ന് പോയി മത്സരിച്ചു നോക്ക്. റായ്ബറേലിയില് റായ്ബറേലിയിലൊന്ന് പോയി രാഹുൽ ഗാന്ധി മത്സരിക്ക്. എനിക്ക് ചോദിക്കാനുള്ള ഇപ്പോ BJPയും ഇടതുപക്ഷവും കൂട്ടുകെട്ടാണെന്ന് പറയുന്നത് കഴിഞ്ഞ കുറെ കാലമായുള്ള കോൺഗ്രസ്സുകാരുണ്ടല്ലോ. BJPക്കെതിരെ നടത്തിയിട്ടുള്ള ഒരു സമരത്തിന്റെ പേര് BJP ഗവൺമെന്റിനെതിരെ നടത്തിയ സമരത്തിന്റെ പേര് പറയാൻ പറ്റും. ഭാരത് ജോഡോ യാത്ര.
ഭാരത് ജോഡോ യാത്ര ഒരു റോഡ് ഷോ മാത്രമാണ്. മറിച്ച് BJP ഗവൺമെന്റിനെതിരെ നിരന്തരമായിട്ട് സമരം ചെയ്ത ഏതെങ്കിലും ഒരു സമരം രാഹുൽ ഗാന്ധിയെ മാത്രമേ ഭാരത് ജോഡോ നടത്തിയിട്ട് എന്താ കാര്യമുള്ളത്? BJP-യിലേക്ക് കോൺഗ്രസ് ഓക്കെ, ശരി 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 താങ്കളിൽ നിന്ന് തുടങ്ങാം. മറുപടി താങ്കളിൽ നിന്ന് തുടങ്ങാം. പറഞ്ഞോളൂ ജോബ്. അതിന് മറുപടി കേട്ടിട്ട് മറുപടി കേട്ടിട്ട് അല്പസമയം കൂടിയുള്ളൂ, നിങ്ങൾ ബഹളം വെക്കരുത്. പറഞ്ഞോ. അല്പസമയം ഒരു കാര്യം പറയാം. ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു. താങ്കൾ പത്മജി ആദ്യം അവഹേളിച്ചു, ഇവർ വേസ്റ്റ് ആണെന്ന് പറഞ്ഞു. 2.5 കോടി രൂപയോളം അവിടെ തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രതാപിന് വേണ്ടി ചെലവഴിച്ച് ചുമരെഴുത്ത് കഴിഞ്ഞിട്ട് പത്മജ ആരാണെന്ന് തെളിയിക്കുന്ന തീരുമാനം ഇന്ന് കെ മുരളീധരനെ അവിടെ ഇറക്കിയതിന്റെ പിന്നിൽ പത്മജ ആരാണെന്ന് നിങ്ങൾക്ക് തെളിയിച്ചു തരും. ഇൻഫ്ലുവൻസ്, സ്വാധീനമുണ്ട്. ഒരു വേസ്റ്റിനെയുമല്ല, ഒരു വേസ്റ്റുമല്ല പത്മജ വേണുഗോപാൽ എന്ന് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ജയിക്കുമ്പോ നിങ്ങൾ അറിയാൻ പോകുന്നു എന്നുകൂടെ പറയാൻ ഉപയോഗിക്കുന്നു. ഒരു കാര്യം പറയാം, ഒരു കാര്യം പാലക്കാടിലേക്ക് വരാം. ഇവിടെ C കൃഷ്ണകുമാർ എന്ന നേതാവ് ജയിക്കുകയും ചെയ്യും. ഇവിടെ എയിംസ് പോലെയുള്ള കോച്ച് ഫാക്ടറി പോലെയുള്ള വികസന പ്രവർത്തനങ്ങൾ 5 കൊല്ലത്തിനുള്ളിൽ C കൃഷ്ണകുമാർ ഇവിടെ നടത്തുകയും ചെയ്യും. അരുൺകുമാറിനെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർ അതിന്റെ ഉദ്ഘാടനത്തിന് ഇവിടെ വരികയും ചെയ്യുമെന്ന് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശരി, റിയാസ് മറുപടി. ഞാനുമായി ബന്ധപ്പെട്ട് ഉയർന്ന 3 ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള സമയം അനുവദിക്കണം. ഇവിടെ നമ്മൾ നല്ല രീതിയിൽ ചർച്ചയുടെ ഭാഗമായി നിൽക്കുകയാണ്, ക്ഷമയോടെ കേൾക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പെൻഷന്റെ വിഷയമാണ്. 64 ലക്ഷം കുടുംബങ്ങൾക്കാണ് കേരളത്തിൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത്. 64 ലക്ഷം കുടുംബങ്ങൾക്ക്. മറുപടി പറയാൻ ക്ഷമ കാണിക്കൂ. കേക്കൂ, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി കേക്കൂ. 64 ലക്ഷം കുടുംബങ്ങളിലേക്ക് 1600 രൂപ ക്ഷേമ പെൻഷനായിട്ട് വിതരണം ചെയ്ത ഗവൺമെന്റാണ്. കഴിഞ്ഞ 7 വർഷം കൊണ്ട് 1.5 ലക്ഷത്തോളം വരുന്ന രൂപ ഓരോ വ്യക്തിയുടെയും കൈകളിലേക്ക് നേരിട്ടെത്തിച്ചു. കോവിഡ് കാലത്ത്, പ്രളയകാലത്ത്, പ്രതിസന്ധികളുടെ പോയ കാലത്ത്, പ്രയാസങ്ങളുടെ ദുരിതകാലത്ത് ഈ നാട്ടിലെ ജനങ്ങളുടെ കൈകളിലേക്ക് പെൻഷൻ നേരിട്ടെത്തിച്ച ഗവൺമെന്റാണ്. ഒന്ന്, ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന കാലത്ത് ഞാനിവിടെ സൂചിപ്പിച്ചു, കേവലം 600 രൂപ 18 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായി അത് 1000 രൂപയായി വർദ്ധിപ്പിച്ച് വീടുകളിൽ നേരിട്ടെത്തിച്ച ഗവൺമെന്റാണ്. അപ്പോ നിങ്ങൾ ആരും മുതലക്കണ്ണീർ ഒഴുക്കണ്ട. പെൻഷന് വേണ്ടി ഒരു കോൺഗ്രസുകാരനും മുതലക്കണ്ണീർ ഒഴുക്കണ്ട. ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അർഹതപ്പെട്ട ക്ഷേമ പെൻഷൻ മുഴുവൻ ആളുകളുടെ കൈകളിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. അത് എത്തിച്ചിരിക്കും. ഒരു സംശയം, നിങ്ങൾ എവിടുന്ന് കൊടുക്കും? കേന്ദ്രം തരണം. കടമെടുത്തും പെൻഷൻ കൊടുക്കും. കടമെടുത്തും പെൻഷൻ കൊടുക്കും. സുപ്രീം കോടതി പറഞ്ഞു. ഡൽഹിയില് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സമരം നടത്തി അല്ലെ? രാജ്യത്തെ ഫെഡറൽ തത്വങ്ങളെ അട്ടിമറിക്കുന്നതിനെതിരായി നടന്ന സമരത്തിൽ കർണാടകയിലെ കോൺഗ്രസിന്റെ ഗവൺമെന്റ് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. ഡൽഹിയിലെ ആപ്പിന്റെ ഗവൺമെന്റ് വന്നു. പഞ്ചാബ് മുഖ്യമന്ത്രി വന്നു. ഫറൂഖ് അബ്ദുള്ള വന്നു. ഈ രാജ്യത്തെ മതനിരപേക്ഷ ഗവൺമെന്റുകളെല്ലാം വന്നു. ഈ രാജ്യത്ത് കേരളത്തോട്, ഇതര സംസ്ഥാനങ്ങളോട്, BJP ഇതര സംസ്ഥാനങ്ങളോട് BJP ഗവൺമെന്റ് പുലർത്തുന്ന ചിറ്റമ്മ നയത്തോട് സാമ്പത്തികമായി അവരെ ഞെരുക്കുമ്പോൾ ഈ ഗവൺമെന്റിനോട് തുടരുന്ന നയങ്ങളോട് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനൊരു നിലപാട്. കേരളത്തിലേക്ക് വരുമ്പോൾ എന്താ ഞാൻ പറയട്ടെ, ഈ ജില്ലയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ കർഷകരുടെ വിഷയം ഞങ്ങൾക്ക് വ്യക്തമായ മറുപടിയുണ്ട്. 20 രൂപ കേന്ദ്ര ഗവൺമെന്റ് നെല്ലെടുത്ത് ഇവിടുന്ന് കൊയ്തു കൊണ്ടായാൽ തരൂല. ഇപ്പൊ 4 വർഷത്തെ കാശാ തരാനുള്ളത്. 1200 കോടി രൂപ. 1200 കോടി രൂപ. ഞാൻ പറയാം, മറുപടി പറയട്ടെ. 1200 കോടി രൂപ ഈ രാജ്യത്ത് നെല്ലിന് കേന്ദ്രം പറയുന്നത് കൊടുത്തു എന്നാണ്. അതെല്ലാം കൊടുക്കുകയാണല്ലോ, ഇവിടെ കിട്ടുന്നില്ലല്ലോ. അല്ല, 15 ലക്ഷത്തിന്റെ കാര്യം പറഞ്ഞില്ലേ? 15 ലക്ഷത്തിന്റെ കാര്യം പറഞ്ഞില്ലേ? അത് 15 ലക്ഷം പറഞ്ഞ പോലെ. അത് 15 ലക്ഷം പറഞ്ഞ പോലെ. ഈ 4 വർഷത്തെ കുടിശ്ശിക അവിടെ നിൽക്കുമ്പോഴും
20 രൂപയിൽ 8 രൂപ ഗവൺമെന്റ് കേരള ഗവൺമെന്റ് നൽകി നെല്ലിന് ഈ രാജ്യത്ത് ഏറ്റവും ഉയർന്ന വില നൽകുന്ന 1 രൂപ കുറച്ചില്ലേ? 28 രൂപ നൽകുന്ന സംസ്ഥാനം കേരളമാണ്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് എത്ര അറിയോ? നിങ്ങൾ അന്വേഷിച്ച് നോക്കണം. ഇപ്പൊ 2 3 ഉണ്ടല്ലോ, 1 2 ഉണ്ട്. അവിടെ 20 രൂപയിൽ താഴെയാണ് നെല്ലിന്റെ വില. കൊടുക്കുന്നില്ല. കേരളത്തെ സാമ്പത്തികമായി വലയ്ക്കുന്ന കേന്ദ്രത്തിനെതിരെ കർണാടകയിലെ കോൺഗ്രസിന് സമരം ചെയ്യാം, നിങ്ങൾക്ക് സമരം ചെയ്യാൻ വയ്യ. എന്തുകൊണ്ട്? ഒരു കാര്യം, ഇവിടെ പെൻഷൻ കൊടുക്കാത്തത് ആരാണ്? 1. 2, 57,400 കോടി രൂപ കേന്ദ്രം തരാനുണ്ടെന്ന് പറയുന്നു. സുപ്രീം കോടതിയിൽ ഇവർ കൊടുത്തത് എന്താ? 15,000 കോടി കിട്ടാൻ. അതെന്താണ്? കടമാണ്. ആ കടം കിട്ടാനുണ്ട് എന്നാണ് പറയുന്നത്. കടം വായ്പ വാങ്ങുക എന്നുള്ളത് മാത്രം. ഹർജി അംഗീകരിച്ചു. അപ്പോഴും എന്താണ്? കടമെടുക്കുക. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ എത്രയാണ് പൊതുകടം എന്നറിയോ? 4 ലക്ഷം കോടി. ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോ 1,40,000 കോടി രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതാണ് 4 ലക്ഷം കോടിയിലേക്ക് അവരെത്തിയിരിക്കുന്നത്. അല്പം വികസനം ചർച്ച ചെയ്യൂ. സാമ്പത്തികം വികസനം LDF സർക്കാർ ആർക്കാണ് പേടി? കേരളത്തിലെ വിലക്കയറ്റം, മാവേലി സ്റ്റോറിൽ ഒഴിഞ്ഞുകൊടുക്കുന്ന റാക്കുകൾ, അതുപോലെ തന്നെ കറണ്ട് ബില്ലിൻ ചാർജ് വർധനവ്, വെള്ളക്കരം വർധനവ്, ബസ് ചാർജ് വർധനവ്, ഇങ്ങനെ എല്ലാ മേഖലകളിലും ഈ നമ്മുടെ മനുഷ്യരുടെ, നമ്മുടെ ജീവികളുടെ, നമ്മുടെ കേരളത്തിന്റെ എല്ലാവരുടെയും ബഡ്ജറ്റ് താളം തെറ്റിച്ചവരാണ് ഈ ഇടതുപക്ഷവും ഈ പിണറായും. ഇങ്ങനെ നമ്മളോട് മുണ്ടുമുറുക്കിയെടുക്കാൻ പറഞ്ഞിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലെ ഒരു തൊഴുത്തുണ്ടാക്കാൻ 46 ലക്ഷം, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലെ ലിഫ്റ്റ് ഉണ്ടാക്കാൻ 25 ലക്ഷം, പിണറായി വിജയന്റെ വീട്ടില് നിങ്ങൾ കേൾക്കണം സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാൻ 36 ലക്ഷം രൂപ. മരപ്പട്ടിയുടെ കാര്യം പറഞ്ഞ് സമയം കളയാനില്ല. 2014 മുതൽ 2024 വരെ 5-6 കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. മെഡിക്കൽ കോളേജ് 387 മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നത് 706 മെഡിക്കൽ കോളേജായി. ജനത്തെ ബാധിക്കുന്ന കാര്യമാണ്. ഓക്സിജൻ കിട്ടാതെ കോവിഡ് കാലത്ത് നൂറുകണക്കിന് കുട്ടികൾ മരിച്ച ഗോരഖ്പൂരിലെ മെഡിക്കൽ മെഡിക്കൽ കോളേജുകളുടെ കാര്യത്തിൽ മോദി സർക്കാരിന് ശേഷം വർധനമുണ്ടായി അല്ലേ? അത് മാത്രമല്ല ഓക്സിജൻ കിട്ടാതെ കോവിഡ് കാലത്തിലെ ഈ ഗൗതം അദാനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? പ്രൊപ്പഗണ്ട ന്യൂസുകൾ കേരളത്തിൽ അടിച്ചിറക്കിയിട്ട് കാര്യമില്ല. നടന്ന കാര്യങ്ങൾ പറയാം. മെഡിക്കൽ സീറ്റുകൾ 51,000 മെഡിക്കൽ സീറ്റുകൾ 1,89,000 മെഡിക്കൽ സീറ്റുകളായി. 676 യൂണിവേഴ്സിറ്റികൾ 768 ഇവിടെ ഞാനും നിങ്ങൾ പോകുന്ന ടോൾ ബൂത്ത് 12 മിനിറ്റ് കിടന്ന ടോൾ ബൂത്ത് 40 സെക്കൻഡ് പോലും വേണ്ട. എനിക്ക് സമയം തന്നില്ല. മെഡിക്കൽ കോളേജിന്റെ കാര്യം ഞാൻ നേരത്തെയും കേട്ടു. എന്തൊക്കെ വികസനം പറഞ്ഞു. നിങ്ങൾ അതൊരു തുലാസിന്റെ ഒരു ഭാഗത്ത് വെക്കുക. മൻമോഹൻ സിംഗ് കോൺഗ്രസ് നടപ്പിലാക്കിയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 72,000 കോടിയുടെ കാർഷിക കടങ്ങൾ മൻമോഹൻ സിംഗ് നിങ്ങൾ കടങ്ങൾ എഴുതി തള്ളി. ആരുടെ എന്നറിയോ? വിജയ് മല്യ, നീരവ് മോദി, ലളിത് മോദി. അവിടെ ലക്ഷക്കണക്കിന് കോടി എഴുതി തള്ളിയ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എങ്കിൽ പറഞ്ഞതിന് നിങ്ങളുടെ നേതാവ് അകത്ത് കിടന്നതാ. ലളിത് മോദി മെട്രോയാണ്. 74 എയർപോർട്ടാണ്. 25,000 കിലോമീറ്റർ മാത്രം ഉണ്ടായിരുന്ന നാഷണൽ ഹൈവേ ഇന്ന് 84,000 കിലോമീറ്റർ ആണ്. വികസനം ചർച്ച ചെയ്യ്. ആ എയർപോർട്ട് മുഴുവൻ അദാനിക്ക് വിറ്റു.
എയർ ഇന്ത്യ ടാറ്റയ്ക്ക് വിട്ടു. ഒരു നിമിഷം പൊതുമേഖലാ സ്ഥാപനങ്ങൾ എനിക്ക് ഇടതുപക്ഷ പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. ഇന്ന് ഇന്ത്യ നേരിടുന്ന രാഷ്ട്രീയ പ്രതിസന്ധി എത്രത്തോളം ഉണ്ടെന്ന് ഈ കേരള ജനതയ്ക്ക് മുഴുവൻ അറിയാം. അതിനെതിരെ ഓരോരുത്തരും പണിയെടുക്കുന്ന കോൺഗ്രസ് എന്ന പാർട്ടിയും രാഹുൽ ഗാന്ധിയും നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അല്ലാതെ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്? രണ്ടാമത് ചോദ്യം 7 മാസമായിട്ട് പെൻഷൻ കൊടുക്കാൻ കഴിവില്ലാത്ത സർക്കാർ എന്തിനു വോട്ട് കൊടുക്കണം? ഈ ഇടതുപക്ഷ സർക്കാരിന് വോട്ട് കൊടുക്കാൻ പൊട്ടന്മാരാണോ? കുട്ടിന് പീരീഡും പോലെ കുട്ടിന് പീരീഡും പോലെ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഇവിടെ ചോദിക്കട്ടെ, അദ്ദേഹം ആരെങ്കിലും ഒരു സമയം അല്ല, അദ്ദേഹം ആ ചോദ്യം ആദ്യം ചോദിക്കേണ്ടത് രാഹുൽ ഗാന്ധിയോട് തന്നെയാണ്. ഒരു കാര്യം പറയാ, കേരളത്തില് ഈ പറയുന്ന മഹാനായ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി എന്താണ് നിങ്ങളുടെ അവസ്ഥ? ഇവിടെ തമിഴ്നാട് ചോദ്യത്തിന് മറുപടി. തമിഴ്നാട്ടില് കോൺഗ്രസ് ഉണ്ടോ? കോൺഗ്രസ് എവിടെയാണ് രാജ്യത്തുള്ളത്? കോൺഗ്രസ് എവിടെയാണ് രാജ്യത്തുള്ളത്? അപ്പോൾ രാഹുൽ ഗാന്ധി നയിക്കുന്ന മുന്നണിയിലല്ല, തെരഞ്ഞെടുപ്പിന് ശേഷം രൂപം കൊള്ളുന്ന വിശാലമായ മതനിരപേക്ഷ മുന്നണിയിൽ കോൺഗ്രസ് ഉണ്ടെങ്കിൽ കോൺഗ്രസ് അതാണ്. ഫറൂഖിന് ഒരു മിനിറ്റ് കൊടുത്തിട്ട് താങ്കൾ കേൾക്കുക. ഒരു കാര്യം, ബിജെപിക്കെതിരെ ഒരു ആൾട്ടർനേറ്റീവ് നിങ്ങൾ പറയും ആരുള്ളത് ചോദിക്കുക. നിങ്ങൾക്ക് കഴിയോ? 3 സീറ്റുമായി നിങ്ങൾക്ക് കഴിയോ? ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം സീതാറാം യെച്ചൂരി ഡൽഹിയിലെ AKG സെന്ററിൽ ഇരിക്കുമ്പോ അവിടെ RSSകാർ വന്ന് നിരങ്ങി, RSSകാർ വന്ന് കയറി, RSSകാർ വന്ന് അടിക്കാൻ ചെന്നപ്പോ ഒരു കോളാണ് സീതാറാം യെച്ചൂരി കോൾ ചെയ്തത്, പിണറായി വിജയനല്ല. രാഹുൽ ഗാന്ധി പ്ലീസ് ഹെൽപ്പ് മീ എന്നെ ഒന്ന് സഹായിക്കുമോ? രാഹുൽ ഗാന്ധിയോടാ ചോദിച്ചത്. APCC പ്രസിഡന്റ് പറഞ്ഞത്, നിങ്ങൾക്കറിയാലോ തലശ്ശേരി കലാപം അന്ന് ജീവൻ കൊടുത്ത് മുസൽമാന്റെ പള്ളി സംരക്ഷിക്കാൻ വേണ്ടി രക്തസാക്ഷിയായ പി കുഞ്ഞിരാമന്റെ പാർട്ടിയാ. എടക്കാട്, കണ്ണൂര് ഈ KPCC പ്രസിഡന്റ് RSSന്റെ ശാഖയ്ക്ക് കാവല് ഇന്ത്യ രാജ്യത്ത് CAA-യും NRC-യും നടപ്പിലാക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചപ്പോ കേരളത്തിലുടനീളം ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടായി. 1000 കേസെടുത്തു. ആ കേസ് വിഡ്രോ ചെയ്യാത്ത ഒരു സംസ്ഥാനം മാത്രമേ ഉള്ളൂ, അത് കേരളമാണ്. അത് പിണറായി വിജയനാണ്. നിങ്ങൾ പറയണം. രണ്ടാമത്തെ 70 കൊല്ലമായിട്ട് ഇവിടെ ഒരുപാട് ആളുകൾ ഭരിച്ചിട്ട് ഒരു ഫൈറ്റർ പ്ലെയിൻ ഉണ്ടാക്കാൻ പറ്റിയോ? ഒരു വാർഷിപ്പ് ഉണ്ടാക്കാൻ പറ്റിയോ? എന്ന പോലെ മിസൈൽ ഉണ്ടാക്കി വിൽക്കാൻ പറ്റിയോ? ഇപ്പൊ ചെയ്യുന്നില്ലേ? സാമ്പത്തികമായിട്ടും സൈനികമായിട്ട് 5ാം സ്ഥാനത്തെത്തി. 2 സ്ഥാനത്തെത്തും. വികസനം മന്ത്രി ആഗോള പട്ടിണി സൂചികയെ പാലക്കാട് വികസനം കൊണ്ടുവരാനായിട്ട് വോട്ട് ചെയ്യേണ്ടത്, അല്ലാണ്ട് അവിടെ പോയി ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ഈ ചാട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ വോട്ട് ചെയ്ത് അയക്കേണ്ടത്. എനിക്ക് വളരെ വ്യക്തമായിട്ട് ചോദിക്കാനുള്ളത്, നേരത്തെ മറ്റേ BJPയുടെ പ്രതിനിധി ചോദിച്ച മാതിരി അരുൺ സാറിനോട് തന്നെയാണ്. അല്ല, പക്ഷേ ഒരു മുതിർന്ന പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് നിങ്ങൾ തുടക്കത്തിൽ ആദ്യം ചോദിക്കേണ്ടിയിരുന്നത്, അദ്ദേഹത്തിന്റെ പരിവർത്തമായിരിക്കും തന്നെ പറയുന്നു, കഴിഞ്ഞ 10 വർഷം BJP സർക്കാർ അധികാരത്തിലുണ്ടായിരുന്നു. 10 വർഷം മുമ്പ് അവർ പ്രകടന പത്രികയും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം 50 രൂപയ്ക്ക് പെട്രോൾ നൽകും, 50 രൂപയ്ക്ക് ഡീസൽ നൽകും, ഗ്യാസ് 50 രൂപയ്ക്ക് പെട്രോൾ നൽകുമെന്നൊന്നും പ്രകടന പത്രികയിലില്ല. 10 വർഷം കഴിയുമ്പോൾ ഈ സർക്കാർ എന്ത് നിലപാടെടുത്തു? അത് കൂടാതെ ഈ 10 വർഷം കൊണ്ട് രാജ്യത്ത് എന്തുണ്ടാക്കി? ഒരു തെരഞ്ഞെടുപ്പ് പോലും ഇനി ഉണ്ടാകുമോ എന്ന് സന്ദേഹിക്കുന്ന ഒരവസ്ഥ. കൂടാതെ ഭരണഘടനയെ പോലും, ഇവിടെ പൗരത്വ നിയമം കൊണ്ടുവന്നു, പാർലമെന്റിനെ പോലും നോക്കുകുത്തിയാക്കി. ഒരു പാർലമെന്റ് ഉദ്ഘാടനത്തിന് ഇന്ത്യ രാജ്യത്തിന്റെ 1ാമത്തെ പ്രഥമ വനിതയെ
ഇന്ത്യൻ പ്രസിഡന്റിന് അങ്ങോട്ട് കാലുകുത്തിപ്പിക്കാതിരിക്കുന്ന വർഗീയതയുടെ വർഗീയ മാത്രമാക്കി ഇന്ത്യ രാജ്യത്ത് അധപ്പതിപ്പിക്കുന്ന ഈ സർക്കാരിനെതിരായി കഴിഞ്ഞ 10 വർഷമായി ഒരു മിനിറ്റ് അദാനിയുടെ കാര്യം പറഞ്ഞു. ഇവിടെ പാവപ്പെട്ട കാര്യം പുട്ടിന് പേരിടും പോലെ അംബാനിയെ കുറിച്ച് പറയുകയാണ്. ഇവിടെ അദാനിയുടെ കാര്യം എടുത്താലും ഇവിടെ പുട്ടിന് 40% സ്വത്ത് ഇവരെ കയ്യിലാ. ഒറ്റ പോയിന്റിൽ അവസാനിപ്പിക്കണം. കൃഷ്ണകുമാറിന് പാലക്കാട് വോട്ട് കൊടുക്കേണ്ടത് എന്തുകൊണ്ട്? 30 സെക്കൻഡ്. വികസനം കണ്ടുകൊണ്ട് തന്നെ കൊടുക്കണം. നരേന്ദ്രമോദിയുടെ വികസനം കണ്ടുകൊണ്ട് തന്നെ കൊടുക്കണം. ശരി, വിജയരാഘവൻ എന്തുകൊണ്ട് വോട്ട്? ഈ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ പരമമായ വെല്ലുവിളികൾ ഉയർത്തപ്പെടുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ പാർലമെന്റിനെ, ഇന്ത്യയുടെ ജനാധിപത്യത്തെ, ഭരണഘടനയെ, ജുഡീഷ്യറിയെ ഉൾപ്പെടെ ഈ രാജ്യത്ത് അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തുമ്പോൾ ജയിച്ചു പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MP എന്ന നിലയ്ക്ക് അവസാന ശ്വാസം വരെ രാജ്യത്ത് മതനിരപേക്ഷതക്കും ജനാധിപത്യത്തിനും വേണ്ടി ഉറച്ചു നിൽക്കുമെന്നതുകൊണ്ട് VK ശ്രീകണ്ഠന് ഈ രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും ഭരണഘടനയും നിലനിർത്താൻ മറ്റുള്ളവർ പോയാൽ എവിടെ വരെ എത്തുമെന്നറിയാം. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ ഉണ്ടാകേണ്ടത് മറ്റുള്ള CPM-കാർ പോയാൽ എവിടെ എത്തുമെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഈ നെറികെട്ട ഈ വർഗീയ ഭരണത്തിനെതിരെ അദാനിക്കും അംബാനി വിടുപണി ചെയ്യുന്ന ഈ ഗവൺമെന്റിനെതിരെ പോരാടാൻ ഈ നാടിന്റെ വികസനത്തിന് ഉറപ്പാണ്. പാലക്കാടിന്റെ താപനില പോലെ രാഷ്ട്രീയ താപനിലയും ഉദിച്ചുയരുകയാണ്. അങ്ങനെ പാലക്കാടിന്റെ വോട്ടിന് ഒരു ഗ്യാരണ്ടി ഉണ്ട്. പാലക്കാടിന്റെ വോട്ട് എന്താണെങ്കിലും അത് രാഷ്ട്രീയമായ വിധിയെഴുത്തായിരിക്കും. പാലക്കാടിന്റെ ഗ്യാരണ്ടിയാണിത്. ഇനി നമ്മൾ പോകുന്നു ആലത്തൂരിലേക്ക്. ആലത്തൂരിൽ നിന്നും നാളെ വൈകുന്നേരം എത്തും. കുരുക്ഷേത്രം വൈകുന്നേരം 6:30. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ശുഭരാത്രി. ഗുഡ് നൈറ്റ്.